ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഹേയ്, ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ? കോഴ്സ് ഇപ്പൊ തുടങ്ങും. +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്. മൈസെൽഫ് പ്രജി. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിസിനസ് സ്റ്റഡീസ് ഫാക്കൽറ്റി. പിന്നെ നമുക്ക് നിരന്തരം മെസ്സേജ് വരുന്നു, സാറ് എക്സാം ഒക്കെ ആവുന്നു, നമുക്ക് ആ ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞത് സാറ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എടുത്ത് ഒരൊറ്റ ക്ലാസ്സിൽ ഏറ്റവും ഷോർട്ടായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ സിലബസ് പ്രകാരം സാർ ഒന്ന് പറയുക ജസ്റ്റ്. അതുപോലെ തന്നെ അതൊന്ന് സിമ്പിളായിട്ട് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് നമുക്ക് മെസ്സേജ് ഇങ്ങനെ വന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ പല കുട്ടികളും പറഞ്ഞു, സാറ് ഞങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞ എല്ലാ വീഡിയോസും ഞങ്ങൾക്ക് കാണാൻ സമയമില്ല, അപ്പോൾ പെട്ടെന്ന് സാർ ഇതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഒരൊറ്റ ക്ലാസ്സിൽ, അതായത് 1 അവർ കൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോണു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയത് സാറ് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു തരും. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ക്രിസ്മസ് പരീക്ഷയോടനുബന്ധിച്ച് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞ ഈ വലിയ ചാപ്റ്റർ നമ്മൾ ഒറ്റ 1 അവർ കൊണ്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ചിലപ്പോൾ ഈ 1 അവർ എന്നുള്ളത് ചിലപ്പം കുറച്ച് കൂടും, എന്നാലും നോക്കാം. നമുക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കാണാതെ പെട്ടെന്ന് നമ്മൾ ഈ ചാപ്റ്റർ ഒന്ന് ഫോർമേഷൻ ഓഫ് എ കമ്പനി ഒന്ന് റിവൈസ് ചെയ്യാൻ പോവാണ്, അഥവാ റീക്യാപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മക്കളെ? റീക്യാപ്പ് ചെയ്യാൻ പോവാണ്. എന്താ റീക്യാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററുകളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. റീക്യാപ്പ് ടു ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന ഈ ചാപ്റ്റർ, ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന ഈ ചാപ്റ്റർ നമ്മൾ റീക്യാപ്പ് ചെയ്യാൻ പോവാണ് മക്കളെ. എന്താ റീക്യാപ്പ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ പാർട്ട് A, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ഒക്കെ ഉള്ളത് ഒറ്റ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മൾ ചുരുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണണം, ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാ പോയിന്റും നമ്മൾ സിലബസ് പ്രകാരമുള്ള എല്ലാം നമ്മൾ പറയും, കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയത് സ്ട്രെസ് ചെയ്തിട്ട് പറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താ മക്കളെ? ഫോർമേഷൻ ഓഫ് എ കമ്പനി. കമ്പനി രൂപീകരണം. കമ്പനി രൂപീകരണം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ ആണ്. +1 പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമുള്ള ചാപ്റ്റർ അല്ല ഇത്. നമുക്ക് ഭാവിയിലേക്കും കൂടി നമുക്കിത് അറിഞ്ഞിരിക്കണം. വലിയ വലിയ ക്ലാസ്സിലൊക്കെ നമുക്കിത് ആവശ്യമുള്ള ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഇനി ക്ലാസ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കാണാത്തവരുണ്ടെങ്കിൽ കുഴപ്പമില്ല, തൽക്കാലം പരീക്ഷ ആയില്ലേ. പരീക്ഷ ആയതുകൊണ്ട് ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഒക്കെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പരീക്ഷയോടനുബന്ധിച്ച് പെട്ടെന്ന് സാർ ഇത് പോകാൻ പോണു. ഇനി ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേജസ് ഓഫ് എ ഫോർമേഷൻ, അല്ലെ? സ്റ്റേജസ് ഓഫ് എ ഫോർമേഷൻ. ഒരു കമ്പനി രൂപീകരിക്കണമെങ്കിൽ പ്രധാനമായി 4 സ്റ്റേജസ് ആണ്. അത് ആദ്യം മനസ്സിലാക്കാം. ഒരു കമ്പനി, ഒരു കച്ചവട സ്ഥാപനമോ ഒരു വ്യവസായ സ്ഥാപനമോ ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു കമ്പനി രൂപീകരിക്കുന്നു. അങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ബുക്കിൽ പറഞ്ഞത്. ഒരു കച്ചവട സ്ഥാപനമോ ഒരു വ്യവസായ സ്ഥാപനമോ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പനി രൂപീകരിക്കുന്നു. അപ്പോൾ ഒരു കമ്പനി രൂപീകരിക്കുന്നതിന് പ്രധാനമായും 4 സ്റ്റേജസ് അത് പഠിക്കണം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞത് പ്രൊമോഷൻ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻകോർപ്പറേഷൻ അഥവാ രജിസ്റ്റർ ചെയ്യുക. മൂന്നാമത്തത് റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ, മൂലധനം കണ്ടെത്തുക, പണം കണ്ടെത്തുക. നാലാമത്തെ പോയിന്റ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്, ബിസിനസിന്റെ ആരംഭം. ഈ 4 സ്റ്റെപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു ഫസ്റ്റ് പാർട്ടിൽ. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി രൂപീകരിക്കുന്നതിന് 4 സ്റ്റേജസ് ആണ്, അല്ലെങ്കിൽ 4 സ്റ്റെപ്സ് ആണുള്ളതെന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ പോയിന്റ് പ്രൊമോഷൻ. പ്രൊമോഷൻ ഒരു മലയാളമുണ്ട്, പ്രാരംഭ പ്രവർത്തനം. രണ്ടാമത്തത് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ എന്ന് കിട്ടണില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക, കമ്പനി രജിസ്റ്റർ ചെയ്യുക. 2. മൂന്നാമത്തത് റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ, മൂലധനം കണ്ടെത്തുക, പണം കണ്ടെത്തുക. നാലാമത്തെ പോയിന്റ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്, ബിസിനസ് ആരംഭിക്കുക. അപ്പോൾ ഒരു കമ്പനി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 4 സ്റ്റേജസ് ഏതൊക്കെയാണ്? പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ഓക്കെ, ഈ 4 പോയിന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിൽ ഒന്നാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നു എന്താണ് പ്രൊമോഷൻ. പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി രൂപീകരണത്തിലെ ആദ്യ സ്റ്റേജാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇനി മലയാളത്തിൽ എന്താണ് പ്രൊമോഷൻ എന്ന് ചോദിച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് ഒരു കമ്പനി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും പൊതുവെ വിളിക്കുന്ന പേരാണ് പ്രൊമോഷൻ. ഒരു കമ്പനി നിലവിൽ കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും വിളിക്കുന്ന പേരാണ് പ്രൊമോഷൻ.
ഓക്കെ ആണോ? ഇത് കമ്പനി രൂപീകരണത്തിലെ ആദ്യ സ്റ്റെപ്സ്, ആദ്യ സ്റ്റേജസ് ആണ് പ്രൊമോഷൻ. ഓക്കെ, ഇതാ എഴുതിയതാ. പ്രൊമോഷൻ ഈസ് ദി ഫസ്റ്റ് സ്റ്റേജസ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ദി കമ്പനി. കമ്പനി രൂപീകരണത്തിലെ ആദ്യ ഘട്ടമാണ് പ്രൊമോഷൻ. രണ്ടാമത്തത് മീനിങ് ഇതാ. പ്രൊമോഷൻ സിംപ്ലി മീൻസ് ദി സം ടോട്ടൽ ഓഫ് ഓൾ ആക്ടിവിറ്റീസ് വിച്ച് ആർ നെസസറി ഫോർ ബ്രിങ്ങിങ് ദി കമ്പനി ഇൻ ടു എക്സിസ്റ്റൻസ്. കമ്പനി നിലവിൽ കൊണ്ടുവരുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളെയും വിളിക്കുന്ന പേരാണ് പ്രൊമോഷൻ. ഒരു കമ്പനി നിലവിൽ കൊണ്ടുവരുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളെയും വിളിക്കുന്ന പേരാണ് പ്രൊമോഷൻ. ഓക്കെ ആണോ? രണ്ടാമത്തത് പഠിക്കാൻ പോകുന്നു, അതായത് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അടുത്തൊരു സബ് ഹെഡിങ് ആണ് പ്രൊമോട്ടേഴ്സ്. ആരാണ് പ്രൊമോട്ടർമാർ? ഒരു കമ്പനി രൂപീകരിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്. ഒരു കമ്പനി രൂപീകരിക്കണം അല്ലേ? ഒരു കമ്പനി രൂപീകരിക്കുന്നതിനായിട്ട് മുൻകൈ എടുത്തിട്ട്, ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പ്രവർത്തിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്. അല്ലെ? ഒരു കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരുപാട് ഡോക്യുമെന്റ്സുകൾ വേണം അല്ലെ? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡോക്യുമെന്റ്സുകൾ വേണം അല്ലെ? ഈ ഡോക്യുമെന്റുകളൊക്കെ തയ്യാറാക്കുന്നത് പ്രൊമോട്ടർമാരാണ്. അതുപോലെ ഒരു കമ്പനി രൂപീകരിക്കണമെങ്കിൽ ഒരുപാട് എന്ത് വേണം? നല്ല ലാൻഡ് കണ്ടെത്തണം, അതുപോലെ തന്നെ മെഷീനറീസ് വേണം, സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രിലിമിനറി എക്സ്പെൻസ് വഹിക്കണം. അപ്പൊ ഇതൊക്കെ വഹിക്കുന്നത് ആരാണ്? പ്രൊമോട്ടർമാരാണ്. അപ്പൊ ആരാ പ്രൊമോട്ടർ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഒരു കമ്പനി രൂപീകരിക്കാൻ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടർമാർ. ഓക്കെ ആണോ? അതോ person who take initiative to form a company are called promoters. They take necessary steps to starting the company. ഒരു കമ്പനി ആരംഭിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്. പഠിച്ചല്ലോ? അപ്പൊ എന്താ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ? ഒരു സ്ഥാപനം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും വിളിക്കുന്ന പേരാണ് പ്രൊമോഷൻ. അപ്പൊ ആരെ പ്രൊമോട്ടർ? ഒരു കമ്പനി രൂപീകരിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്. ഓക്കെ ആണോ? യെസ്. ഇനി അടുത്ത് പഠിക്കുന്നു ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ്. ജസ്റ്റ് വായിച്ച് അങ്ങോട്ട് പോവുക, കാണാതിരുന്ന് പഠിക്കൊന്നും വേണ്ട. ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സ് പ്രധാനമായിട്ടും മൂന്നെണ്ണം. ഏതൊക്കെയാണ്? പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്, ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്, പെർട്ടിക്കുലർ പ്രൊമോട്ടേഴ്സ്. ജസ്റ്റ് സിലബസിലുണ്ട്, അതുകൊണ്ട് പെട്ടെന്നാണ്ട് വായിച്ചു പോവാം. ഓക്കെ, ആരാണ് ഈ പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്? ഒരു കമ്പനി പ്രൊമോട്ട് ചെയ്ത് ആരെ ഏൽപ്പിക്കും? ഷെയർ ഹോൾഡേഴ്സിനെ ഏൽപ്പിക്കുന്നവരാണ് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്. ഒരു കമ്പനി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനി പ്രൊമോട്ട് ചെയ്തിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ ഏൽപ്പിക്കുന്നവരാണ് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്. ഇത് ഇന്ത്യയിൽ വളരെയധികം കുറവാണ്. വെസ്റ്റേൺ കൺട്രിയിലൊക്കെ ഇങ്ങനത്തെ പ്രൊമോട്ടേഴ്സിന് നമുക്ക് കാണാൻ പറ്റും. ഒരു കമ്പനി പ്രൊമോട്ട് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിന് ഹാൻഡിൽ ചെയ്യുക, കൈമാറ്റം ചെയ്യുക. ഓക്കെ, നോക്കൂ. പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് പ്രൊമോട്ട് എ കമ്പനി and hand it over the shareholders. They are common in Western country, rare in India. ഇപ്പം എന്താ? ഒരു കമ്പനി പ്രൊമോട്ട് ചെയ്തിട്ട് ഷെയർ ഹോൾഡേഴ്സിനാണ്ട് ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനത്തെ വിളിക്കുന്ന പേരാണ് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്. ഇത് ഇന്ത്യയിൽ വളരെ കുറവാണ്, വെസ്റ്റേൺ കൺട്രിയിലൊക്കെ കാണാറുണ്ട്. നെക്സ്റ്റ്, ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്. എന്താ ഈ ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇവരിടയ്ക്ക് ബിസിനസ് സ്ഥാപനത്തിൽ എന്ത് ചെയ്യും? സാന്ദർഭികമായിട്ട് പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നവരാണ് ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്. എപ്പോഴും ഒരു സ്ഥാപനത്തിലൊന്നും ഉണ്ടാവില്ല. നോക്കൂ, ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് ഡു പ്രൊമോഷൻ വർക്ക് ഒക്കേഷണലി അല്ലെ? ചില സമയത്ത്, ചില സാന്ദർഭികമായിട്ട് ചില സമയത്തൊക്കെ ഒരു പ്രൊമോഷൻ വർക്കിൽ ഏർപ്പെടാറുണ്ട്. ഇങ്ങനത്തെ പ്രൊമോട്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്. ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് ഡു പ്രൊമോഷണൽ വർക്ക് ഒക്കേഷണലി ആസ് പാർട്ട് ഓഫ് ദെയർ ബിസിനസ്. ബിസിനസിന്റെ ഭാഗം എന്ന നിലയ്ക്ക് ഇവർ ഇടയ്ക്കിടയ്ക്ക് പ്രൊമോഷൻ വർക്ക് ചെയ്യുന്ന അർത്ഥം. ഓക്കെ, ഇനി പെർട്ടിക്കുലർ പ്രൊമോട്ടേഴ്സ്. എന്താ പെർട്ടിക്കുലർ പ്രൊമോട്ടേഴ്സ്? പെർട്ടിക്കുലർ പ്രൊമോട്ടേഴ്സ് അണ്ടർടേക്ക് പ്രൊമോഷൻ ഓഫ് എ പെർട്ടിക്കുലർ ബിസിനസ്. ഒരു പ്രത്യേക ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രൊമോഷൻ വർക്ക് എടുക്കുന്നവരെ വിളിക്കുന്ന പേരാണ് പെർട്ടിക്കുലർ പ്രൊമോട്ടേഴ്സ്. ഒരു പ്രത്യേക ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ വർക്കിൽ ഏർപ്പെടുന്നവരാണ് ആര്? പെർട്ടിക്കുലർ പ്രൊമോട്ടേഴ്സ്. അപ്പോൾ പ്രൊമോട്ടേഴ്സ് എത്ര തരമുണ്ട്? ആരാ പ്രൊമോട്ടേഴ്സ്? ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സ് എത്ര തരമുണ്ട്? 3 തരം. പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്, ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് അല്ലേ? പിന്നെ ആരാ? പെർട്ടിക്കുലർ പ്രൊമോട്ടേഴ്സ്. ജസ്റ്റ് വായിച്ചാണ്ട് പോവുക, കാണാതിരുന്ന് പഠിക്കുന്നു വേണ്ട. ജസ്റ്റ് വായിച്ചു പോവുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഇല്ല, ജസ്റ്റ് വായിച്ചു പോവുക. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ്. ഈ പ്രൊമോട്ടർമാർ ചെയ്യുന്ന പൊതുവായിട്ടുള്ള ജോലികൾ എന്താണ്? ഫങ്ഷൻസിന്റെ മലയാളം ധർമ്മങ്ങൾ എന്നൊക്കെയാണ്. അങ്ങനെ പഠിച്ചാൽ മനസ്സിലാവില്ല.
ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർമാർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ എന്താണ്, അല്ലെങ്കിൽ സ്റ്റേജസ് ഇൻ പ്രൊമോഷൻ, പ്രൊമോഷന്റെ സ്റ്റേജസ് എന്താണ്. എന്താ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്. ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും വിളിക്കുന്ന പേരാണ് പ്രൊമോഷൻ. നമ്മൾ എന്താ പഠിക്കണത്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചു പോകണം. പാർട്ട് 1 നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, പഠിക്കണം. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാലും സ്റ്റേജസ് ഇൻ പ്രൊമോഷൻ എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാലും ഒരേ സാധനമാണ്. ഞങ്ങളോട് സാറ് ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞു തന്നു, പക്ഷേ സ്റ്റേജസ് പറഞ്ഞു തന്നില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ അത് ഓറിട്ടിട്ട് ഇങ്ങനെ എഴുതിയത്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്നാക്കി പഠിക്കുക. വാട്ട് ആർ ദി ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ദി പ്രൊമോട്ടേഴ്സ്, അല്ലെങ്കിൽ വാട്ട് ആർ ദി സ്റ്റേജസ് ഇൻ പ്രൊമോഷൻ എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് നിർബന്ധമായി പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ്, ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ, ബിസിനസ് ആശയം കണ്ടെത്തുക. ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, വിശദമായ അന്വേഷണം നടത്തുക. അസംബ്ലിംഗ്, ശേഖരിക്കുക. ഫിനാൻസിങ്, ഫണ്ട് കണ്ടെത്തുക. നെയിം അപ്രൂവൽ, പേര് നൽകുക. പിന്നെ ഇൻകോർപ്പറേഷൻ, രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ 6 പോയിന്റാണ് പഠിക്കാനുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. ഫസ്റ്റ് പോയിന്റ്, ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ. എന്താ ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞാൽ ബിസിനസ് ആശയം കണ്ടെത്തുക, അല്ലെ? നിലവിലുള്ള ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് എന്ത് സ്ഥാപനം തുടങ്ങാം. ഈ ആശയം ഉദിക്കുന്നത് ആരിൽ നിന്നാണ്? പ്രൊമോട്ടർമാരിൽ നിന്നാണ്. അപ്പൊ നിലവിലുള്ള സ്ഥാപനം ഏതെല്ലാം മാർഗങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ പുതിയ എന്ത് ബിസിനസ് തുടങ്ങാം, ഈ ആശയം ഡെവലപ്പ് ചെയ്യുന്നത് ആരിലൂടെയാണ്? പ്രൊമോട്ടറിലൂടെയാണ്. ഏറ്റവും ഷോർട്ടായിട്ട് സാർ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്, ദി പ്രൊമോഷൻ സ്റ്റേജ് ബിഗിൻസ് വിത്ത് ദി ഡിസ്കവറി ഓഫ് എൻ ഐഡിയ ടു സെറ്റ് അപ്പ് എ ബിസിനസ്. ഒരു ബിസിനസ് ആരംഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുക എന്നതാണ് ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ. അപ്പോൾ പ്രൊമോട്ടറുടെ ജോലിയാണ്, അല്ലെങ്കിൽ പ്രൊമോഷൻ്റെ സ്റ്റെപ്സിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ. ബിസിനസ് ആശയം കണ്ടെത്തുക, നിലവിലുള്ള ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് എങ്ങനെ രൂപീകരിച്ചെടുക്കാം, എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, ഈ ആശയം പ്രൊമോട്ടറുടെതാണ്. രണ്ടാമത്തെ പോയിന്റ്, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, വിശദമായ അന്വേഷണം നടത്തണം. എന്തിനൊക്കെ പറ്റിയിട്ട് വിശദമായ അന്വേഷണം നടത്തണം? ലാഭം എന്ത് കിട്ടും, ഉൽപാദന ചെലവ് എന്ത് വരും, മാർക്കറ്റിലെ കോമ്പറ്റീഷൻ എങ്ങനെയായിരിക്കും, ഇതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം ആര് നടത്തണം? പ്രൊമോട്ടർ നടത്തിയിരിക്കണം. നോക്കൂ, ഹി മേക്ക് ആൻ എസ്റ്റിമേഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ടു ബി സോൾഡ്, അല്ലെ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്, കോമ്പറ്റീഷൻ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവത്തെ പറ്റിയും വിശദമായ അന്വേഷണം നടത്തണം. എന്തൊക്കെ വിശദമായ അന്വേഷണം നടത്തണം? ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ്, അല്ലെ? നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കണം, അല്ലെ? അതുപോലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ചിലവ് എങ്ങനെയായിരിക്കണം, അല്ലെ? എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്, ഈ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനം എങ്ങനെയായിരിക്കണം, കോമ്പറ്റീഷൻ, മാർക്കറ്റിലെ കോമ്പറ്റീഷൻ, മത്സരം എങ്ങനെയാണ്, ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അന്വേഷണം നടത്തിയിരിക്കണം. ഓക്കെ ആണോ? സിമ്പിൾ വരിയല്ലേ, പഠിക്കാനട്ടോ, എക്സ്പ്ലെയിൻ ചെയ്ത് സാറ് വളരെ ചെറിയ ഷോർട്ട് നോട്ടാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എക്സ്പ്ലനേഷൻ അടക്കം പഠിച്ചു പോകണമെങ്കിൽ ഇതേപോലെ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എന്താണോ പോയിന്റ് വായിച്ചിട്ട് മനസ്സിലാക്കിയത് അതിനനുസരിച്ച് നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെ എഴുതി കൊടുക്കുക, അല്ലേ? പ്രൊമോട്ടറുടെ പ്രധാനപ്പെട്ട ജോലിയാണ് മാർക്കറ്റിൽ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റിൻ്റെ ലാഭം എങ്ങനെയായിരിക്കും, പ്രൊഡക്ഷൻ കോസ്റ്റ് എങ്ങനെയായിരിക്കും, അതേപോലെ മാർക്കറ്റിലെ കോമ്പറ്റീഷൻ എങ്ങനെയായിരിക്കും, ഈ സാധനം വെച്ച് നിങ്ങളാണ്ട് എഴുതി കൊടുത്താൽ മതി. ഇത് സാറ് ഏറ്റവും ഷോർട്ടായിട്ടുള്ള സിമ്പിളായിട്ട് എഴുതിയിട്ടുള്ളത് നോക്കൂ കേട്ടോ. ഇനി അസംബ്ലിങ് എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക. ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ ലാൻഡ് വേണം, അല്ലേ? ഇനി ലാൻഡൊക്കെ കെട്ടി ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മെഷീനറി വേണം, അല്ലേ? അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നോക്കൂ, അറേഞ്ച്മെന്റ് ഓഫ് ലാൻഡ്, മെഷീനറി, എക്യുപ്മെന്റ്, പവർ കണക്ഷൻ ആൻഡ് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ്, ഇത് കണ്ടെത്തേണ്ട ഡ്യൂട്ടി ആരതാണ്? പ്രൊമോട്ടറാണ്. എന്തൊക്കെയായാലും കണ്ടെത്തണം? നല്ല ലാൻഡ് കണ്ടെത്തണം, ഭൂമി, അല്ലെ? മെഷീനറി കണ്ടെത്തണം, എക്യുപ്മെന്റ്, ഉപകരണങ്ങൾ കണ്ടെത്തണം, പവർ കണക്ഷൻ, വൈദ്യുതി കണ്ടെത്തണം, സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ്, ഇതൊക്കെ കണ്ടെത്തേണ്ട ഡ്യൂട്ടി ആരതാണ്? നമ്മുടെ പ്രൊമോട്ടറുടെ ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഫിനാൻസിങ്. ഒരു ബിസിനസ് സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ ലോങ് ടേമിലും ഷോർട്ട് ടേമിലും എന്ത് വേണം? ഫിനാൻസ് വേണം, അല്ലേ? ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് എന്നറിയപ്പെടുന്നത് ഫിനാൻസ് ആണ്. ഫിനാൻസ് ഫണ്ട് ഇല്ലാതായ സ്ഥാപനം പൂട്ടി, അല്ലേ? അപ്പോൾ പ്രൊമോട്ടർ കണ്ടെത്തണം, ഏറ്റവും നല്ല സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് കണ്ടെത്തണം. ഇനി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണോ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടാണോ, അങ്ങനെ സ്ഥാപനത്തിന്
ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും സ്യൂട്ടബിൾ ആയ രീതിയിൽ ഫണ്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ദി പ്ലാൻ ഷുഡ് ആൾസോ ഹാവ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് അവൈലബിൾ ഷോർട്ട് ടേം ലോൺസ് ഫ്രം ബാങ്ക്സ്, ലോങ് ടേം ഫിനാൻസ് ഫ്രം അതർ ഏജൻസീസ്. അപ്പോൾ ബിസിനസ് സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ ഫണ്ട് വേണം. ആ ഫണ്ട് കണ്ടെത്തേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? പ്രൊമോട്ടറുടേതാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, നെയിം അപ്രൂവൽ. കമ്പനിക്ക് ഒരു പേര് വേണം അല്ലേ? കമ്പനിക്കൊക്കെ പേര് നൽകുമ്പോൾ ശ്രദ്ധിക്കണം. കമ്പനിക്ക് ഇടുന്ന പേര് മറ്റു കമ്പനിയുടെ പേരിന് സമാനമായതോ ഒരുപോലെയുള്ള പേരൊക്കെ ആണെങ്കിൽ നടക്കുമോ? ഇല്ല. നമ്മൾ പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ ദേശീയ നേതാക്കളുടെ പേര് വെക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതാരാണ് ചെയ്യേണ്ടത്? പ്രൊമോട്ടറാണ് ചെയ്യേണ്ടത്. നോക്കൂ, two companies can have identical name. It is necessary for every company to get its name approved from the registrar. കമ്പനിക്ക് പേര് അല്ലെ നൽകുന്നത്, അത് അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? രജിസ്ട്രാർ. അപ്പോൾ രജിസ്ട്രാർക്ക് മുമ്പാകെ പേര് സമർപ്പിക്കുന്ന സമയത്ത് ഒരുപോലെയുള്ള കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ സമാനമായ കമ്പനിയുടെ പേരോ ദേശീയ നേതാക്കളുടെ പേരോ നൽകാൻ പാടുണ്ടോ? ഇല്ല. ഓക്കെ. നെക്സ്റ്റ്, ഇൻകോർപ്പറേഷൻ. കമ്പനി രജിസ്റ്റർ ചെയ്യണം. കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ചില ഡോക്യുമെന്റ്സുകൾ, ചില പ്രമാണങ്ങൾ, ചില രേഖകൾ ആര് മുന്നാകെ സമർപ്പിക്കണം? കമ്പനി രജിസ്ട്രാർക്ക് മുന്നാകെ സമർപ്പിക്കണം. അപ്പൊ കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രജിസ്ട്രാർക്ക് മുന്നാകെ ചില ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്യണം. ഉദാഹരണമായിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഇങ്ങനെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സുകൾ ആര് മുന്നാകെ സമർപ്പിക്കണം? രജിസ്ട്രാർക്ക് മുമ്പാകെ സമർപ്പിക്കണം. ഈ ഡോക്യുമെന്റ്സുകളൊക്കെ കണ്ടെത്തേണ്ട ഡ്യൂട്ടി ആരുതാണ്? പ്രൊമോട്ടറുടെതാണ്. നോക്കൂ, ദി പ്രൊമോട്ടർ പ്രിപ്പയർ വാരിയസ് ഡോക്യുമെന്റ്സ് ടു ബി ഫിൽഡ് വിത്ത് രജിസ്ട്രാർ ഓഫ് എ കമ്പനി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഏത് പോയിന്റ്? ഫസ്റ്റ് പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് പോയിന്റ് ഏതാ? മറന്നോ? പ്രൊമോഷൻ ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ? പ്രൊമോഷനിൽ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? പ്രൊമോഷന്റെ മീനിങ് പഠിച്ചു അല്ലെ? പ്രൊമോഷൻ എന്താ? ഒരു സ്ഥാപനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും വിളിക്കുന്ന പേരാണ് പ്രൊമോഷൻ. അത് കഴിഞ്ഞിട്ട് സബ് ഹെഡിങ് പഠിച്ചു. എന്താണ്? പ്രൊമോട്ടർ അല്ലെ? ഒരു സ്ഥാപനം ആരംഭിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടർ. പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ് പഠിച്ചു. ഓർമ്മ, പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്, ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്, പർട്ടിക്കുലർ പ്രൊമോട്ടേഴ്സ്. അത് കഴിഞ്ഞിട്ട് പ്രൊമോഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് സ്റ്റേജസ് ഓഫ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാലും വാട്ട് ആർ ദി ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ദി പ്രൊമോട്ടർ എന്ന് ചോദിച്ചാലും കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് വരുന്നു. ഇൻകോർപ്പറേഷൻ. കമ്പനി രജിസ്റ്റർ ചെയ്യുക. പഠിച്ചത് ഓർമ്മ ഉണ്ടോ? പ്രൊമോഷൻ എന്താന്ന് പഠിച്ചു, പ്രൊമോട്ടേഴ്സ് ആരാന്ന് പഠിച്ചു, ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ് പഠിച്ചു അല്ലേ? പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് എക്സ്പ്ലനേഷൻ ജസ്റ്റ് വായിച്ചു പോവുക. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. ഇതോട് കൂടിയിട്ട് എന്ത് കഴിഞ്ഞു? 4 ഹെഡാണ് പഠിക്കാനുള്ളത്. പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. അതിൽ പ്രൊമോഷൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ടോപ്പിക് ഏതാണ്? ഏതാ രണ്ടാമത്തെ ടോപ്പിക്? ഇൻകോർപ്പറേഷൻ. കമ്പനി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് അത്രയൊരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയില്ല. നന്നായിട്ട് പോയിന്റ് ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോവുക. പോയിന്റ് ഒക്കെ പഠിക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോവുക. കമ്പനി രജിസ്റ്റർ ചെയ്യുക. ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട, കമ്പനി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതിന് ചില നടപടികളുണ്ട്. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഇൻകോർപ്പറേഷൻ്റെ മറ്റൊരു വേർഡാട്ടോ രജിസ്റ്റർ ചെയ്യുക. ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുക വെച്ചിട്ടാണ് എന്തെന്ന് പറഞ്ഞത്? കമ്പനി രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ചില നടപടികളുണ്ട്. കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചില നടപടികളുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ നടപടികളുണ്ട് നോക്കൂ. പ്രൊസീഡിങ് പ്രിയർ ടു ഇൻകോർപ്പറേഷൻ. പ്രൊസീഡിങ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള നടപടികൾ. അതിൽ പോയിന്റ് നന്നായി പഠിക്കുക. എന്താ? ഫോം ഓഫ് എ കമ്പനി, നെയിം ഓഫ് എ കമ്പനി, സെബീസ് അപ്രൂവൽ ടു ദി ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ്, ഇൻഡസ്ട്രിയൽ ലൈസൻസ്. ഇതാണ്. എത്ര പോയിന്റ് ഉണ്ട്? 4 പോയിന്റ് ഉണ്ട്. ഏതിൽ വരുന്നത്? ഒരു കമ്പനി. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഇൻകോർപ്പറേഷൻ അഥവാ കമ്പനി രജിസ്റ്റർ ചെയ്യൽ. അപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള നടപടികളാണ് പഠിക്കാൻ പോകുന്നത്. 4 പോയിന്റ്. അപ്പോൾ ന്യൂസ് പ്രിന്റിൽ 4 പോയിന്റ് എഴുതിക്കുക. ഏതൊക്കെയാണ്? ഫോം ഓഫ് എ കമ്പനി, നെയിം ഓഫ് ദി കമ്പനി, സെബീസ് അപ്രൂവൽ ഓഫ് ദി ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ്, ഇൻഡസ്ട്രിയൽ ലൈസൻസ്. ഇനി എന്താ ഫോം ഓഫ് എ കമ്പനി? പ്രൊമോട്ടർ തീരുമാനിക്കണം ഏത് തരത്തിലുള്ള കമ്പനിയാണ് ആരംഭിക്കുന്നത്. പ്രൈവറ്റ് കമ്പനിയാണോ ആരംഭിക്കുന്നത്, പബ്ലിക് കമ്പനിയാണോ ആരംഭിക്കുന്നത്? ഇത് ആരെ തീരുമാനിക്കുന്നത്? പ്രൊമോട്ടറാണ്. നോക്കൂ, ദി പ്രൊമോട്ടർ ഷുഡ് ഫസ്റ്റ് ഡിസൈഡ് അപ്പോൺ ദി ഫോം ഓഫ് ദി പ്രപ്പോസഡ് കമ്പനി, പ്രൈവറ്റ് ഓർ പബ്ലിക്. പ്രൈവറ്റ് കമ്പനിയാണ് ആരംഭിക്കുന്നത്, പബ്ലിക് കമ്പനിയാണ് ആരംഭിക്കുന്നത് എന്നത് ആരാണ് തീരുമാനിക്കുന്നത്? പ്രൊമോട്ടറാണ്. രണ്ടിൻ്റെയും
എന്താണ് ലീഗലി അല്ലെ രണ്ടിൻ്റെയും പ്രൊസീജിയർ വ്യത്യസ്തമാണ്. അപ്പോൾ ആദ്യം പ്രൈവറ്റ് കമ്പനിയാണോ പബ്ലിക് കമ്പനിയാണോ ആരംഭിക്കുന്നത് എന്നത് ആരാണ് തീരുമാനിക്കപ്പെടുന്നത്? പ്രൊമോട്ടർ അല്ലേ. നെക്സ്റ്റ് നെയിം ഓഫ് ദി കമ്പനി നമ്മൾ പറഞ്ഞു അല്ലേ. ഒരു കമ്പനിക്ക് പേരിടുമ്പോൾ പേര് നൽകുമ്പോൾ പ്രധാനമായിട്ടും ഒരുപോലെയുള്ള പേരോ സമാനമായിട്ടുള്ള പേരോ കമ്പനിക്ക് ഒരിക്കലും നൽകാൻ പാടില്ല. കമ്പനിക്ക് പേര് നൽകുമ്പോൾ ദേശീയ നേതാക്കളുടെ പേര് നൽകാൻ പാടില്ല. അതാണ് ആസ് പെർ ദി കമ്പനീസ് ആക്ട് എ കമ്പനി കനോട്ട് ബി രജിസ്റ്റേർഡ് ബൈ നെയിം വിച്ച് ഈസ് അൺഡിസൈറബിൾ ഫോർ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന് അനഭിലഷണീയമായി തോന്നുന്ന പേര് ഒരിക്കലും ഇടാൻ പാടില്ല. അടുത്ത് സെബീസ് അപ്രൂവൽ ഓഫ് ദി ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ്. ഈ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയാണ് സെബി. സെബിയുടെ അപ്രൂവൽ നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം. ഫണ്ടൊക്കെ കളക്ട് ചെയ്യുമ്പോഴേ സെബിയുടെ അംഗീകാരം വേണമെന്നർത്ഥം. നോക്കൂ, എ ഡ്രാഫ്റ്റ് പ്രോസ്പെക്ട്സ് ഹാസ് ടു ബി സബ്മിറ്റഡ് ടു സെബീസ് ഫോർ സ്ക്രൂട്ടിനി ടു എൻഷുർ ദാറ്റ് ഡിസ്ക്ലോസ് മെയ്ഡ് therein are adequate to protect investors. നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാതെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അല്ലെ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അപ്പൊ സെബിയുടെ അപ്രൂവൽ കിട്ടിയിരിക്കണം. നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ ലൈസൻസ്. ചില വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് എന്ത് വേണം? കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി കിട്ടിയേ മതിയാകൂ. നോക്കൂ, ലൈസൻസ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ് ഈസ് നെസസറി ടു സ്റ്റാർട്ട് സർട്ടൈൻ ഇൻഡസ്ട്രി. ചില സ്ഥാപനങ്ങൾ ആരംഭിക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കണം. അപ്പൊ ഇങ്ങനെ പഠിക്കുക. രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വന്നു. ഏതാ രണ്ടാമത്തെ പോയിന്റ്? ഇൻകോർപ്പറേഷൻ നമ്മൾ പറഞ്ഞു. ഇൻകോർപ്പറേഷനിൽ 2 സ്റ്റെപ്പാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രൊസീഡിങ് പ്രിയർ ടു ഇൻകോർപ്പറേഷൻ. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫോം ഓഫ് എ കമ്പനി, നെയിം ഓഫ് ദി കമ്പനി, സെബീസ് അപ്രൂവൽ ഓഫ് ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ്, ഇൻഡസ്ട്രിയൽ ലൈസൻസ്. ഇനി അതിലെ രണ്ടാമത്തെ എന്താ? പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ. കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ചില നടപടികളുണ്ട്. അപ്പോൾ ആദ്യം എന്താ പഠിച്ചത്? കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട്. 6 പോയിന്റ് ഏതൊക്കെയാണ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്, റിട്ടൺ കൺസെന്റ് ഓഫ് ഡയറക്ടേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. ഈ 6 പോയിന്റാണ് അവിടെ പഠിക്കേണ്ടത്. അപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് 4 പോയിന്റ് പഠിച്ചു. കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 6 പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് ഏതാ പറഞ്ഞത്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഒരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയും കമ്പനിക്ക് പുറത്തുള്ളവരും തമ്മിലുള്ള ബന്ധം വിശദമാക്കുന്ന ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. നിർബന്ധമായി പഠിക്കണം. ഡിഫറൻസ് ഉണ്ട്. 2 ഡോക്യുമെന്റ്സും കൂടി തമ്മിലുള്ള പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പൊ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കമ്പനിയും കമ്പനിക്ക് പുറത്തുള്ളവരും തമ്മിലുള്ള ബന്ധം വിശദമാക്കുന്ന ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. നോക്കൂ, ഒരു പബ്ലിക് കമ്പനിക്ക് അല്ലെ അത് പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 പേര് സൈൻ ചെയ്തിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ 7 പേര് സൈൻ ചെയ്യണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ചുരുങ്ങിയത് 2 പേരെങ്കിലും എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. നോക്കൂ, സൈൻഡ് ബൈ അറ്റ്ലീസ്റ്റ് 7 പേഴ്സൺ ഇൻ എ പബ്ലിക് കമ്പനി. ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 പേര് സൈൻ ചെയ്തിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സബ്മിറ്റ് ചെയ്യും. ആർട്ടിക്കിൾസ് ഓഫ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്തവർ തന്നെ എന്ത് ചെയ്യണം? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യണം. കമ്പനിയുടെ ആഭ്യന്തര ഭരണം സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ്സ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഡ്യൂലി സൈൻഡ് ബൈ ദി സിഗ്നേച്ചറി ടു ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന ഡോക്യുമെന്റിൽ സൈൻ ചെയ്തവരെന്നെ എതിരും സൈൻ ചെയ്യണം? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്. എന്താ ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്? ഡയറക്ടർമാരുടെ പേര് വ്യക്തമാക്കണം, അവരുടെ അഡ്രസ്സ് വ്യക്തമാക്കണം, അവരുടെ ജോലി വ്യക്തമാക്കണം. അതാണ് ഏത് പോയിന്റിൽ പറയുന്നത്? ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്. ഫസ്റ്റ് പോയിന്റ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയും കമ്പനിക്ക് പുറത്തുള്ളവരും തമ്മിലുള്ള ബന്ധം വിശദമാക്കുന്ന രേഖയാണിത്. ഒരു പബ്ലിക് കമ്പനിയാണെങ്കിൽ മിനിമം 7 പേര് സൈൻ ചെയ്യണം. പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ 2 പേര് സൈൻ ചെയ്യണം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്തവരെന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യണം. അല്ലെ, ഡയറക്ടർമാരുടെ ജോലി, അവരുടെ പേര്, അഡ്രസ്സ് വ്യക്തമാക്കണം. ഇനി റിട്ടൺ കൺസെന്റ് ഓഫ് ഡയറക്ടേഴ്സിന്റെ സമ്മതപത്രം വേണം. അല്ലെ, പിന്നെ ആളെ ബലം പ്രയോഗിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ല ഞാൻ കമ്പനിയുടെ ഡയറക്ടർ ആയത്, ഞാൻ സ്വയം കമ്പനിയുടെ ഡയറക്ടർ ആണെന്ന് പറഞ്ഞിട്ട് സമ്മതപത്രം ഉണ്ടാക്കണം. അല്ലെ, അടുത്ത് നോട്ടീസ് ഓഫ് രജിസ്ട്രേഡ് ഓഫീസ്. അല്ലെ, കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അല്ലെ, ഷോയിങ് ദി അഡ്രസ് ഓഫ് ദി രജിസ്ട്രേഡ് ഓഫീസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. by an advocate of Supreme Court or High Court that the requires of the Act have been compelled with after scrutiny the register issue certificate of incorporation.
അല്ലെ, എല്ലാ ഡോക്യുമെന്റ്സുകളും പാലിച്ചിട്ടുണ്ട്, കമ്പനീസ് ആക്ടിലെ എല്ലാ വ്യവസ്ഥകളും പാലിച്ചിട്ടുണ്ട് എന്നൊക്കെ കമ്പനി രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെയാണോ? അപ്പോൾ പോയിന്റ് പഠിക്കുക, എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഏതാ പഠിച്ചത് അല്ലേ? ഫസ്റ്റ് പോയിന്റ് ഏതാ പഠിച്ചു? ഇവിടേക്ക് ഇങ്ങനെ വന്ന് നോക്കുക. ഫസ്റ്റ് പോയിന്റ് ഇപ്പോൾ പ്രൊമോഷൻ പഠിച്ച്. ഇനി രണ്ടാമത്തെ ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷനിൽ 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള ചില കാര്യങ്ങൾ 4 പോയിന്റ്, കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ് 6 പോയിന്റ്. ഓക്കെയാണോ? യെസ്. ഇനി മൂന്നാമത്തേലേക്ക് വരുന്നു, റേസിംഗ് ഓഫ് എ ക്യാപിറ്റൽ. ഒരു കമ്പനിക്ക് ഏതെല്ലാം രൂപത്തിൽ ഫണ്ട് കണ്ടെത്താം അല്ലേ? പൊതുവായിട്ട് ഒരു കമ്പനിക്ക് ഫണ്ട് കണ്ടെത്താൻ പറ്റുന്നത് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് അല്ലെ? കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടൊക്കെയാണ് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നത്. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് പോവുക. നോക്കൂ, റേസിംഗ് ഓഫ് എ ക്യാപിറ്റൽ. സ്ഥാപനം തുടങ്ങണമെങ്കിൽ ക്യാപിറ്റൽ ആവശ്യമാണ്, സ്ഥാപനത്തിന്റെ ലൈഫ് ബ്ലഡ് ആണ് അല്ലെ? അപ്പോൾ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഏതെല്ലാം മാർഗങ്ങളിലൂടെ കണ്ടെത്താൻ സാധിക്കും? റേസിംഗ് ഓഫ് എ ക്യാപിറ്റൽ. നോക്കൂ, എ പബ്ലിക് കമ്പനി ക്യാൻ റേസ് ദി റിക്വയർഡ് ഫണ്ട് ഫ്രം ദി പബ്ലിക് ബൈ മീൻസ് ദി ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചർ അല്ലെ? പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടോ പബ്ലിക്കിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടോ സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്താം അല്ലേ? എ പബ്ലിക് കമ്പനി ക്യാൻ റൈസ് ദി റിക്വയർഡ് ഫണ്ട് ഫ്രം ദി പബ്ലിക് ബൈ മീൻസ് ബൈ എന്തൊക്കെ? ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചർ. എന്താ ഷെയർ? നമ്മൾ പറഞ്ഞു അല്ലെ? ടോട്ടൽ ക്യാപിറ്റലിനെ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് വിഭജിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഷെയർ. ഡിബഞ്ചറോ കടബാധ്യത അംഗീകരിച്ചുകൊണ്ട് നൽകുന്ന സർട്ടിഫിക്കറ്റിന് വിളിക്കുന്ന പേരാണ് ഡിബഞ്ചർ. അപ്പൊ സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് എങ്ങനെ കണ്ടെത്താം? നോക്കൂ, ദി ഫോളോയിങ് സ്റ്റെപ്സ് ആർ റിക്വയർഡ് ഫോർ റൈസിംഗ് ഫണ്ട് ദി പബ്ലിക്. താഴെ പറയുന്ന സ്റ്റെപ്സിൽ ഫോളോ ചെയ്തുകൊണ്ട് സ്ഥാപനത്തിലേക്ക് ആവശ്യമായ ഫണ്ട് കണ്ട പോയിന്റ് പഠിക്കുക. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി പോവാം. ഒന്ന്, അപ്രൂവൽ ഫ്രം സെബി. സെബിയുടെ അംഗീകാരമില്ലാതെ സ്ഥാപനത്തിലേക്ക് ഒരിക്കലും ഫണ്ട് കണ്ടെത്താൻ കഴിയില്ല. എന്താ സെബി എന്ന് പറഞ്ഞാൽ? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ സ്ഥാപനത്തിലേക്ക് ഫണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് അപ്രൂവൽ ഫ്രം സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് സെബി. ഓക്കെയാണോ? നെക്സ്റ്റ്, സബ്മിഷൻ ഓഫ് കോപ്പി ഓഫ് പ്രോസ്പെക്ടസ് ടു രജിസ്റ്റർ. എന്താ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ? ഷെയറോ ഡിബഞ്ചറോ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ പുറപ്പെടുവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ് പ്രോസ്പെക്ടസ്. ഷെയർ വഴിയോ ഡിബഞ്ചർ വഴിയോ ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ്സ് ആണ് പ്രോസ്പെക്ടസ്. ഈ പ്രോസ്പെക്ടസിന്റെ കോപ്പി ആർക്ക് കൊടുക്കണം? രജിസ്ട്രാർക്ക് മുമ്പാകെ സമർപ്പിക്കണം. ഇങ്ങനെ എന്നാൽ മാത്രം സ്ഥാപനത്തിന് ഫണ്ട് കണ്ടെത്താൻ സാധിക്കൂ. നോക്കൂ, സബ്മിഷൻ ഓഫ് കോപ്പി ഓഫ് പ്രോസ്പെക്ടസ് ടു രജിസ്ട്രാർ. അടുത്ത് ഫൈൻഡിങ് അണ്ടർറൈറ്റേഴ്സ്, ബ്രോക്കേഴ്സ് അല്ലെ, ബാങ്കേഴ്സ് അല്ലെ? ഈ ഫൈൻഡിങ് കണ്ടെത്തുക. സ്ഥാപനം ചിലപ്പോൾ ഒരു കോടിയായിരിക്കും കിട്ടേണ്ടത്, ചിലപ്പോൾ 90 ലക്ഷമായി മാത്രം സ്ഥാപനം തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആരൊക്കെ കൊടുക്കും? ഏജന്റുമാരാക്കി കൊടുക്കും. ഇവരിലൂടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ പറ്റും. ആരിലൂടെ കണ്ടെത്താൻ പറ്റും? അണ്ടർറൈറ്റേഴ്സിലൂടെ, ബാങ്കേഴ്സിലൂടെ, ബ്രോക്കേഴ്സിലൂടെ. പോയിന്റ് പഠിക്കുക. ഫസ്റ്റ് പോയിന്റ് അപ്രൂവൽ ഫ്രം സെബി. സ്ഥാപനത്തിലേക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തണമെങ്കിൽ ഈ മെത്തേഡൊക്കെ ഫോളോ ചെയ്യണം. സെബിയുടെ അപ്രൂവൽ വേണം. രണ്ടാമത്തെ, പ്രോസ്പെക്ടസിന്റെ കോപ്പി രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. എന്താ പ്രോസ്പെക്ടസ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ? ഷെയറോ ഡിബഞ്ചറോ കളക്ട് ചെയ്യണമെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ഇൻവിറ്റ് ചെയ്യുക, ക്ഷണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ് പ്രോസ്പെക്ടസ്. ഓക്കെയാണോ? അടുത്തത്, സർട്ടിഫിക്കറ്റ് ഓഫ് അറ്റൈൻമെന്റ് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ അല്ലെ? മിനിമം സബ്സ്ക്രിപ്ഷൻ വാങ്ങിച്ചു എന്നതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. പ്രൊസീജിയർ ഓഫ് ടു ലിസ്റ്റ് ഷെയർസ്. ലിസ്റ്റ് ഷെയർസിന്റെ നടപടിക്രമങ്ങൾ വേണം. ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലെ? റിട്ടേൺ ഓഫ് ഓവർ സബ്സ്ക്രൈബ്ഡ് ഷെയർസ്. സ്ഥാപനത്തിൽ ചിലപ്പോൾ 10 ലക്ഷം ആവശ്യം ഉണ്ടാവുള്ളൂ, 13 ലക്ഷം വന്ന്, അപ്പോൾ ആ 13 ലക്ഷത്തിന് 3 ലക്ഷം റിട്ടേൺ ചെയ്തതിന്റെ തെളിവ് വേണം. അടുത്ത ROA, റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് മസ്റ്റ് ബി സബ്മിറ്റഡ് ടു രജിസ്ട്രാർ അല്ലെ? ആ റിട്ടേൺ ചെയ്തതിന്റെ ഇത് വേണം, എവിഡൻസ് വേണം എന്നർത്ഥം. അപ്പൊ ഇങ്ങനത്തെ ഈ പോയിന്റുകൾ ഒന്ന് പഠിക്കുക. അപ്പൊ എന്താ? എ പബ്ലിക് കമ്പനി ക്യാൻ റൈസ് റിക്വയർഡ് ഫണ്ട് ഫ്രം ദി പബ്ലിക് ബൈ മീൻസ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചർ. ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ട് സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്താം. അപ്പോൾ ഇത് ഫോളോയിങ് സ്റ്റെപ്സ് ആർ റിക്വയർഡ് ഫോർ റൈസിംഗ് ഫണ്ട് ഫോർ ദി പബ്ലിക്. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യണമെങ്കിൽ ഈ സ്റ്റെപ്സ് ഒക്കെ എന്ത് ചെയ്യണം? അംഗീകരിക്കപ്പെടണം എന്നർത്ഥം. ഓക്കെ ആണോ? അപ്പൊ 3ആയി. ഇനി 4മത്തെ പോയിന്റ്. ഇതൊക്കെ ജസ്റ്റ് വായിച്ചാണ്ട് പോവുക, സമയം വല്ലാതെ കൊടുക്കരുത്, വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. ഓക്കെ. അടുത്ത, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്.
ബിസിനസ് ആരംഭിക്കുക അല്ലേ? ബിസിനസ് ആരംഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ്സ് ഉണ്ട്. കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ആരംഭിക്കണമെങ്കിൽ രജിസ്ട്രാർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ആ രജിസ്ട്രാർ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ ചില മെത്തേഡ് ഫോളോ ചെയ്തിരിക്കണം. നോക്കൂ, സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഗ്രാൻഡഡ് ബൈ രജിസ്ട്രാർ ഓൺലി വെൻ ദി ഫോളോയിങ് ഫോർമാലിറ്റീസ് ആർ ഫുൾഫിൽഡ്. താഴെ പറയുന്ന ഈ ഫോർമാലിറ്റീസ് ഒക്കെ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ കമ്പനി ആരംഭിക്കാനുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആര് നൽകൂ? രജിസ്ട്രാർ. കമ്പനി രജിസ്ട്രാർ കൊടുക്കും. സൈൻ ചെയ്തിട്ടാണ് കൊടുക്കണം രജിസ്ട്രാർ അല്ലേ കമ്പനി ആരംഭിക്കുക. അപ്പൊ ഈ പറയുന്ന സ്റ്റെപ്പൊക്കെ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ രജിസ്ട്രാർ കമൻസ്മെന്റ് സ്ഥാപനം ആരംഭിക്കാനുള്ള സർട്ടിഫിക്കറ്റ് നൽകൂ. എന്തൊക്കെയാണ് കാര്യങ്ങൾ? ദി കമ്പനി ഹാസ് ഫിൽഡ് വിത്ത് രജിസ്ട്രാർ പ്രോസ്പെക്ടസ് ഓർ സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് അല്ലേ? രജിസ്ട്രാർക്ക് മുമ്പാകെ പ്രോസ്പെക്ടസോ പ്രോസ്പെക്ടസിന് തുല്യമായിട്ടുള്ള ഡോക്യുമെന്റ്സോ പ്രൊവൈഡ് ചെയ്യണം. അടുത്ത് ദി ഡയറക്ടേഴ്സ് ഹാവ് ടേക്ക് അപ്പ് ദി പെയ്ഡ് അപ്പ് ദി റിക്വയർഡ് ക്വാളിഫിക്കേഷൻ ഷെയർസ്. ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ ഒരാൾ എത്ര ഷെയർ എടുക്കണം? അതാണ് ക്വാളിഫിക്കേഷൻ ഷെയർസ്. അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് രജിസ്ട്രാർക്ക് മുമ്പാകെ സമർപ്പിക്കണം. അടുത്ത ഡിക്ലറേഷൻ അബൌട്ട് ഡീറ്റെയിൽസ് ഇൻ റെസ്പെക്ട് ഓഫ് അലോട്ട്മെന്റ് ടു ഡയറക്ടേഴ്സിനുള്ള അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൊടുക്കണം. ഡിക്ലറേഷൻ അബൌട്ട് മിനിമം സബ്സ്ക്രിപ്ഷൻ റിക്വയർഡ്, മിനിമം സബ്സ്ക്രിപ്ഷൻ വഴി ഫണ്ട് കളക്ട് ചെയ്തത്. റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് കണ്ടെയ്ൻ നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഷെയർസിന്റെ എണ്ണം ഇപ്പോൾ 10 ലക്ഷമാണ് വേണ്ടതെങ്കിൽ 12 ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അടുത്ത അല്ലേ? പിന്നെന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, നിയമപരമായ പ്രഖ്യാപനം. ഇത്രയും കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രാർ എന്തൊടുക്കും? സ്ഥാപനം തുടങ്ങാനുള്ള എന്തൊടുക്കും? അനുമതി കൊടുക്കും. അപ്പോൾ ഈ പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകണം. പറഞ്ഞതാണ്, പെട്ടെന്ന് ജസ്റ്റ് വായിച്ചു പോവുക. ഇനിയാണ് നമ്മൾ കമ്പനി ഡോക്യുമെന്റ്സിനെ പറ്റി പഠിക്കുന്നത്. ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് വരാറുള്ളത്. ഒരു സ്ഥാപനം അല്ലെ, ഒരു സ്ഥാപനത്തിൽ പ്രധാനപ്പെട്ട ചില ഡോക്യുമെന്റ്സുകളുണ്ട്. നമ്മൾ ജസ്റ്റ് അപ്പുറത്ത് പറഞ്ഞു ഏതാ? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കമ്പനിയിലെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ്സ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. നന്നായി പഠിക്കണം, വലിയ വലിയ ക്ലാസ്സിലൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ 4 പോയിന്റ് പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ് മക്കളെ 4 പോയിന്റ് പഠിച്ചു കഴിഞ്ഞത്? ഏതൊക്കെ 4 പോയിന്റ് പഠിച്ചു കഴിഞ്ഞത്? ഏതൊക്കെ 4 പോയിന്റ് പഠിച്ചു കഴിഞ്ഞതാ? ഈ 4 പോയിന്റ് ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? പ്രൊമോഷൻ പഠിച്ചു, ഇൻകോർപ്പറേഷൻ പഠിച്ചു, ഏതെല്ലാം രൂപത്തിൽ ഫണ്ട് കണ്ടെത്താൻ, സ്ഥാപനം തുടങ്ങണമെങ്കിൽ ഫോർമാലിറ്റീസ് അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പനിയിലെ പ്രധാനപ്പെട്ട ചില ഡോക്യുമെന്റ്സുകൾ. ഏതൊക്കെ കമ്പനിയിലെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞത്? ഒന്നാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. എന്താണ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, രജിസ്റ്റർ ചെയ്യുന്ന കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. MOA, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഒന്നാമത്തെ പോയിന്റ്. ഇനി കമ്പനിയുടെ ചാർട്ടർ അല്ലെങ്കിൽ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. 2. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ ചാർട്ടർ എന്നറിയപ്പെടുന്നത്, കമ്പനിയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഓക്കെ ആണോ? ഇനി കമ്പനിയും കമ്പനിക്ക് പുറത്തുള്ളവരും തമ്മിലുള്ള ബന്ധം വിശദമാക്കുന്ന ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. എങ്ങനെയാണ്? കമ്പനിയും കമ്പനിക്ക് പുറത്തുള്ളവരും തമ്മിലുള്ള ബന്ധം വിശദമാക്കുന്ന ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ ലക്ഷ്യങ്ങൾ, കമ്പനിയുടെ ക്യാപിറ്റൽ, കമ്പനിയുടെ പവേഴ്സ്, ഇതൊക്കെ ഈ ഡോക്യുമെന്റ്സിൽ വിശദമാക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അത് ടെക്സ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പാരഗ്രാഫ് കൊടുത്തത് സാറ് പഠിക്കേണ്ട എളുപ്പത്തിൽ പോയിന്റ് ആക്കി തന്നതാണ്. പഠിച്ചോണ്ട് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാ: Memorandum of Association is the most important documents of the company with which a company is registered. രജിസ്റ്റർ ചെയ്യുന്ന കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. 2. It is described as the charter or magna carta of the company. കമ്പനിയുടെ ചാർട്ടർ എന്നറിയപ്പെടുന്ന, കമ്പനിയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇറ്റ് ഡിഫൈൻസ് കമ്പനീസ് ഒബ്ജക്റ്റീവ്സ്, കമ്പനിയുടെ ലക്ഷ്യങ്ങൾ, കമ്പനിയുടെ പവേഴ്സ്, കമ്പനിയുടെ ക്യാപിറ്റൽ ഒക്കെ ഈ ഡോക്യുമെന്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കും. നെക്സ്റ്റ്, ദ റിലേഷൻ ഓഫ് ദി കമ്പനി വിത്ത് ദി ഔട്ട്സൈഡേഴ്സ് ഈസ് ഗവേൺഡ് ബൈ ദി പ്രൊവിഷൻസ് ഓഫ് ദി മെമ്മോറാണ്ടം. അതാണ് ഇതിന്റെ മീനിങ്. കമ്പനിയും കമ്പനിക്ക് പുറത്തുള്ളവരും തമ്മിലുള്ള ബന്ധം വിശദമാക്കുന്ന ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ സ്കൂളിൽ ടീച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മോനെ, കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണല്ലോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, എന്താ ഈ അതിനെപ്പറ്റി മനസ്സിലാക്കിയെന്ന് ടീച്ചർ ചോദിച്ചാൽ എങ്ങനെ ടീച്ചറോട് പറയാ? ടീച്ചറെ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിയും കമ്പനിക്ക് പുറത്തുള്ളവരും തമ്മിലുള്ള ബന്ധം വിശദമാക്കുന്ന രേഖയാണ്. ഒരു രജിസ്റ്റർ ചെയ്യുന്ന കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ.
കമ്പനിയുടെ ചാർട്ടർ, കമ്പനിയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ടീച്ചറെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ അധികാരങ്ങൾ, കമ്പനിയുടെ ക്യാപിറ്റൽ, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെ ഡോക്യുമെന്റ്സിൽ സൂചിപ്പിച്ചിരിക്കും. ഓക്കെ ആണോ? യെസ്. അടുത്തത് വാട്ട് ആർ ദി കണ്ടന്റ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? നിർബന്ധമായി പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ കണ്ടന്റിന്റെ ഡിക്ഷണറി മീനിങ് ഉള്ളടക്കം. മലയാളം ബുക്കിൽ ഉള്ളടക്കം അങ്ങനെ പഠിച്ചത് മനസ്സിലാവില്ല. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എന്തെല്ലാം കാര്യങ്ങൾ നിർബന്ധമായും രേഖപ്പെടുത്തിയിരിക്കണം, അതാണ്. അങ്ങനെ പഠിച്ചു നോക്കുക, അപ്പൊ മനസ്സിലാവും. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന ഡോക്യുമെന്റ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്? 6 കാര്യങ്ങൾ. 1 നെയിം ക്ലോസ്, 2 സിറ്റുവേഷൻ ക്ലോസ്, 3 ഒബ്ജക്ട്സ് ക്ലോസ്, 4 ലയബിലിറ്റി ക്ലോസ്, 5 ക്യാപിറ്റൽ ക്ലോസ്, 6 അസോസിയേഷൻ ക്ലോസ്. ഈ 6 കാര്യങ്ങൾ ഈ ഡോക്യുമെന്റ്സിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം, അല്ലെ? അപ്പോൾ വാട്ട് ആർ ദി കണ്ടന്റ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ 6 ക്ലോസസ്. ക്ലോസസ് എന്ന് പറഞ്ഞാൽ എന്താ? വകുപ്പുകൾ. ഈ 6 വകുപ്പുകൾ ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ്? 1 നെയിം ക്ലോസ്, സിറ്റുവേഷൻ ക്ലോസ്, ഒബ്ജക്ട്സ് ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, അസോസിയേഷൻ ക്ലോസ്, അല്ലെ? നെയിം ക്ലോസ് നാമവകുപ്പ്, പേര്, അല്ലെ? ഒബ്ജക്ട്സ് ക്ലോസ് ലക്ഷ്യം, അല്ലെ? സിറ്റുവേഷൻ ക്ലോസ് സ്ഥാനം, ലയബിലിറ്റി ബാധ്യത, ക്യാപിറ്റൽ മൂലധനം, അസോസിയേഷൻ സംഘടന, അല്ലെ? അപ്പൊ ഈ 6 കാര്യങ്ങൾ വേണം. എന്താണ് നെയിം ക്ലോസ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ കണ്ടന്റ്, അല്ലെ? ക്ലോസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ആർ ദി ക്ലോസസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? ഏതൊക്കെയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ ക്ലോസസ്, വകുപ്പുകൾ? കണ്ടന്റ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് ചോദിച്ചാലും, അല്ലെ? അപ്പൊ ഒന്നാമത്തെ നെയിം ക്ലോസ്, കമ്പനിയുടെ പേര് വ്യക്തമാക്കിയിരിക്കണം, അല്ലെ? കമ്പനിയുടെ പേര് വ്യക്തമാക്കുന്ന ക്ലോസ് ആണ് നെയിം ക്ലോസ്. കമ്പനിക്ക് പേര് നൽകുമ്പോൾ സമാനമായ കമ്പനിയുടെ പേരോ അതുപോലെയുള്ള സെയിം ആയിട്ടുള്ള കമ്പനിയുടെ പേര് ഒരിക്കലും നൽകാൻ പാടില്ല. ഒരു ദേശീയ നേതാവിന്റെ പേര് കമ്പനിക്ക് നൽകാൻ പാടില്ല. അപ്പോൾ കമ്പനിക്ക് പേര് നിർബന്ധമാണ്. കമ്പനിക്ക് മുന്നിൽ കമ്പനിയുടെ പേര് പ്രദർശിപ്പിച്ചിരിക്കണം, അല്ലേ? ഓക്കെ ആണോ? നോക്കൂ, ദിസ് ക്ലോസ് കണ്ടെയ്ൻ ദി കംപ്ലീറ്റ് നെയിം ഓഫ് ദി കമ്പനി. ദി നെയിം ഓഫ് ദി കമ്പനി മസ്റ്റ് ബി സ്റ്റേറ്റഡ് ഇൻ ദിസ് ക്ലോസ്. കമ്പനിയുടെ പേര് വിശദമാക്കുന്ന ക്ലോസ് ആണ് നെയിം ക്ലോസ്. കമ്പനിയുടെ പേര് വിശദമാക്കണം. ഓക്കെ. 2 സിറ്റുവേഷൻ ക്ലോസ്, കമ്പനിയുടെ സ്ഥിതി ചെയ്യുന്ന ഹെഡ് ഓഫീസ് എവിടെയാണ്, കമ്പനി സ്ഥിതി ചെയ്യുന്ന രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ് എന്നത് വിശദമാക്കുന്ന ക്ലോസ് ആണ് ഏത് ക്ലോസ്? രജിസ്റ്റേർഡ് ക്ലോസ്. രജിസ്റ്റേർഡ് ഓഫീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് വിശദമാക്കുന്ന ക്ലോസ് ആണ് ഏത്? സിറ്റുവേഷൻ ക്ലോസ്. സിറ്റുവേഷൻ ക്ലോസ്. അപ്പൊ എന്താ സിറ്റുവേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ? ദിസ് ക്ലോസ് സ്പെസിഫൈ ദി നെയിം ഓഫ് ദി സ്റ്റേറ്റ് ഇൻ വിച്ച് ദി രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി ഈസ് സിറ്റുവേറ്റഡ്. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് വ്യക്തമാക്കുന്ന ക്ലോസ് ആണ് ഏത്? സിറ്റുവേഷൻ ക്ലോസ്. അപ്പം എന്താ സിറ്റുവേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ? കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ്, കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഇതെവിടെയാണ്? കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഷോർട്ട് വരിയല്ലേ? ദിസ് ക്ലോസ് സ്പെസിഫൈ ദി നെയിം ഓഫ് ദി സ്റ്റേറ്റ് വിച്ച് ദി രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി ഈസ് സിറ്റുവേറ്റഡ്. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് എവിടെയാണെന്ന് വിശദമാക്കുന്ന ക്ലോസ് ആണ് സിറ്റുവേഷൻ ക്ലോസ്. അടുത്ത ഒബ്ജക്ട്സ് ക്ലോസ്, കമ്പനിയുടെ ലക്ഷ്യം വ്യക്തമാക്കുന്ന ക്ലോസ്. കമ്പനിയുടെ അധികാര പരിധിയും പ്രവർത്തന മേഖലയും വിശദമാക്കുന്ന ക്ലോസ് ആണ് ഒബ്ജക്ട്സ് ക്ലോസ്. അപ്പം എന്താ ഒബ്ജക്ട്സ് ക്ലോസ് എന്ന് പറഞ്ഞാൽ? കമ്പനിയുടെ ലക്ഷ്യം വ്യക്തമാക്കുന്ന ക്ലോസ്, കമ്പനിയുടെ അധികാര പരിധിയും കമ്പനിയുടെ പ്രവർത്തന മേഖലയും വ്യക്തമാക്കുന്ന ക്ലോസ് ആണ് ഏത്? ഒബ്ജക്ട്സ് ക്ലോസ്. ഓക്കെ ആണോ? നോക്കൂ, ഇറ്റ് സ്പെസിഫൈ ദി ഒബ്ജക്ട്സ് ഓഫ് ദി കമ്പനി. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി എക്സ്റ്റെൻസ് ഓഫ് ദി കമ്പനീസ് പവേഴ്സ് ആൻഡ് സ്പെയർ ഓഫ് ദി ആക്ടിവിറ്റീസ്. കമ്പനിയുടെ ലക്ഷ്യം വിശദമാക്കുന്ന ക്ലോസ്, കമ്പനിയുടെ പ്രവർത്തന മേഖലയും അധികാര പരിധിയും വ്യക്തമാക്കുന്ന ക്ലോസ് ആണ് ഏത്? ഒബ്ജക്ട്സ് ക്ലോസ്. അടുത്ത ലയബിലിറ്റീസ് ക്ലോസ്, കമ്പനിയിലെ അംഗങ്ങളുടെ ബാധ്യത വിശദമാക്കുന്ന ക്ലോസ് ആണ്. കമ്പനിയിലെ അംഗങ്ങളുടെ ബാധ്യത ഷെയർസിലാണോ ഗ്യാരണ്ടിയിലാണോ എന്ന് വ്യക്തമാക്കുന്ന ക്ലോസ് ആണ് ഏത്? ലയബിലിറ്റി ക്ലോസ്. ദിസ് ക്ലോസ് ഡിഫൈൻ ദി ലയബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അംഗങ്ങളുടെ ബാധ്യത വിശദമാക്കുന്ന ക്ലോസ് ആണ് ലയബിലിറ്റി ക്ലോസ്. ഇൻ ദിസ്
of a company limited by shares, the liability is limited to the nominal value of shares held by the shareholders. Okay. At the capital clause. In the capital clause, കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എത്രയാണ് എന്ന് വ്യക്തമാക്കുന്ന ക്ലോസ് ആണ് ക്യാപിറ്റൽ ക്ലോസ്. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എത്രയാണോ എന്ന് വിശദമാക്കുന്ന ക്ലോസ് ആണ് ക്യാപിറ്റൽ ക്ലോസ്. നോക്കൂ, this clause states the total capital of the company with which the company is registered. കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എത്രയാണ് എന്ന് വിശദമാക്കുന്ന ക്ലോസ് ആണ് ക്യാപിറ്റൽ ക്ലോസ്. ഓക്കെ ആണോ? ഇതിന് വിളിക്കുന്ന പേര് ഓതറൈസ്ഡ് ക്ലോസ്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, നോമിനൽ ക്യാപിറ്റൽ എന്നൊക്കെ വിളിക്കും. അടുത്ത് അസോസിയേഷൻ ക്ലോസ്. എന്താ അസോസിയേഷൻ ക്ലോസ്? കൂട്ടായ്മ വകുപ്പ് എന്നൊക്കെയാണ്. അസോസിയേഷൻ്റെ മലയാളം സംഘടന എന്നല്ല കേട്ടാ, സാർ പറഞ്ഞ സംഘടന എന്ന് പറഞ്ഞു, സോറി. അസോസിയേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ, അല്ലെ? ഒരു വ്യക്തി, ഒരാള് അല്ലെ, ഷെയർ ഹോൾഡേഴ്സോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അംഗം. അപ്പോൾ അയാൾ ആ കമ്പനിയിൽ അംഗത്വം എടുത്തത് ഒരാളുടെ ഭീഷണിക്ക് വിധേയമായിട്ടല്ല, അയാളുടെ താല്പര്യപ്രകാരം. അപ്പോൾ ഒരാളുടെ കമ്പനിയിൽ അയാളുടെ അംഗത്വം എടുത്തതിൽ അല്ലെ അയാൾക്കുള്ള സന്നദ്ധതയും യോജിപ്പും വിശദമാക്കുന്ന ക്ലോസ് ആണ് അസോസിയേഷൻ ക്ലോസ്. കൂട്ടായ്മ. എന്നെ ബലം പ്രയോഗിച്ചിട്ടല്ല ഞാൻ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ അംഗമായത്, ഞാൻ ബലം പ്രയോഗിച്ചിട്ടല്ല ഇന്ന കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഒരാളുടെ താല്പര്യം, അയാളുടെ സന്നദ്ധത, അയാളുടെ യോജിപ്പ് വിശദമാക്കുന്ന ക്ലോസ് ആണ് ഏത്? അസോസിയേഷൻ ക്ലോസ്. നോക്കൂ, ദിസ് ക്ലോസ് that the members express their willingness, സന്നദ്ധത and agreement to form a company. ഓക്കെ ആണോ? അപ്പോൾ ഒരാള് കമ്പനിയിലെ ഒരാള് അയാളുടെ യോജിപ്പും അയാളുടെ സന്നദ്ധതയും താല്പര്യവും ഇങ്ങനെ പ്രഖ്യാപന രൂപത്തിൽ എഴുതി വെക്കുന്നത് ക്ലോസ് ആണ് അസോസിയേഷൻ ക്ലോസ്. അപ്പൊ എത്ര ക്ലോസാണ് പഠിച്ചത്? 6 അല്ലെ? നെയിം ക്ലോസ്, സിറ്റുവേഷൻ ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, അസോസിയേഷൻ ക്ലോസ്. നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട രൂപത്തിൽ പഠിച്ചു പോവുക. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യും? ഇത് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് അല്ല, എങ്ങനെയായാലും ഓൾട്രേഷൻ ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ മാറ്റങ്ങളൊക്കെ വരുത്താം. ഇപ്പോൾ കമ്പനി ഒരു പേരിട്ടു, ആ പേര് മാറ്റണം അല്ലേ? അല്ലെങ്കിൽ കമ്പനിയുടെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് മാറ്റണം, അല്ലെങ്കിൽ കമ്പനിയുടെ ലയബിലിറ്റി. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം? മാറ്റം വരുത്താം. അത് ചില എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയോട് കൂടിയിട്ടൊക്കെ സ്പെഷ്യൽ റെസൊല്യൂഷനൊക്കെ പാസ്സാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അനുമതിയോട് കൂടിയിട്ടൊക്കെ എന്ത് ചെയ്യാം? ചില കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ ഓൾട്രേഷൻ ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നെയിം ക്ലോസ് എങ്ങനെ മാറ്റാം, സിറ്റുവേഷൻ ക്ലോസ് എങ്ങനെ മാറ്റാം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കൂ, നെയിം ക്ലോസ് എങ്ങനെ മാറ്റാം അല്ലേ? The name of a company can be altered by a special resolution of the company and with the prior approval of the central government. സെൻട്രൽ ഗവൺമെന്റിന്റെ അംഗീകാരത്തോട് കൂടിയിട്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഒരു പ്രത്യേക പ്രമേയം പാസ്സാക്കുക വഴി കമ്പനിയുടെ പേര് മാറ്റാം. ആരുടെ അംഗീകാരം വേണം? സെൻട്രൽ ഗവൺമെന്റിന്റെ അംഗീകാരം വേണം. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ അംഗീകാരത്തോട് കൂടിയിട്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് വഴി കമ്പനിയുടെ പേര് മാറ്റാം അല്ലെ? സിമ്പിൾ വരിയാക്കി പഠിക്കുക. അടുത്ത സിറ്റുവേഷൻ ക്ലോസ് എങ്ങനെ മാറ്റാം അല്ലെ? എന്താ സിറ്റുവേഷൻ ക്ലോസ്? കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണോ അതിന് വിളിക്കുന്ന പേരാണ് സിറ്റുവേഷൻ ക്ലോസ്. അപ്പൊ ആ സിറ്റുവേഷൻ ക്ലോസ് എങ്ങനെ മാറ്റാം? അൾട്ടർ ചെയ്യാം അല്ലെ? നോക്കൂ, if the registered office to be shifted from one state to another by passing a special resolution. ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് മാറ്റണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. എന്നാലോ from companies law board അല്ലേ? sanctioned by the companies law board. if the office to shifted from one town to another, ഒരു ടൗണിൽ നിന്ന് അടുത്ത ടൗണിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് മതി? സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഓക്കെ ആണോ? അടുത്ത ഒബ്ജക്റ്റ് ക്ലോസ് അല്ലെ? എന്താ ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ലക്ഷ്യം വിശദമാക്കുന്ന വകുപ്പാണിത്. കമ്പനിയുടെ പ്രവർത്തന മേഖലയും അധികാര പരിധിയും വിശദമാക്കുന്ന വകുപ്പാണ് ഒബ്ജക്റ്റ് ക്ലോസ്. ഇതെങ്ങനെ മാറ്റാം? എ കമ്പനി ഹാസ് ഓൺലി ലിമിറ്റഡ് പവർ ടു alter the object clause of the memorandum. The companies has to pass special resolution and obtain confirm of the company law board. കമ്പനി ലോ ബോർഡിന്റെ സമ്മതത്തോടു കൂടി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് വഴി, പ്രത്യേക പ്രമേയം പാസ്സാക്കുന്നതിലൂടെ കമ്പനിയുടെ ഒബ്ജക്റ്റ് ക്ലോസിൽ മാറ്റം വരുത്താം. അടുത്ത ലയബിലിറ്റി ക്ലോസ്. Any additional liability on its members can be imposed by passing a unanimous resolution and meeting of members. അതായത് ഈ അഡീഷണൽ ലയബിലിറ്റിയിൽ എന്ത് ചെയ്യുക?
പാസ് ചെയ്യുക, അതായത് എല്ലാവരുടെയും സമ്മതപ്രകാരമൊക്കെ ലൈബിലിറ്റിയിൽ എന്ത് ചെയ്യാം, മാറ്റം വരുത്താന്നൊക്കെയാണ് പറഞ്ഞത്. അടുത്ത ക്യാപിറ്റൽ ക്ലോസ്. എ കമ്പനി ക്യാൻ ഇൻക്രീസ് ഷെയർ ക്യാപിറ്റൽ ബൈ പാസിംഗ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എ ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ കയ്യിലുള്ള ക്യാപിറ്റലാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ക്യാപിറ്റൽ ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണോ അതിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ക്ലോസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കമ്പനി ക്യാൻ ഇൻക്രീസ് ഇറ്റ് ഷെയർ ക്യാപിറ്റൽ, കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ കൂട്ടണം, കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് വേണം, ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി, സാധാരണ പ്രമേയം പാസ്സാക്കിയാൽ മതി. ശ്രദ്ധിക്കണം കേട്ടോ, ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കണമെങ്കിൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കണമെങ്കിൽ വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് പാസ്സാക്കിയാൽ മതി, ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. പക്ഷേ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ കുറയ്ക്കണമെങ്കിൽ എന്ത് പാസ്സാക്കണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം കേട്ടോ. അടുത്ത് എന്ത് ക്ലോസ് മാറ്റാൻ പറ്റില്ല, അസോസിയേഷൻ ക്ലോസിൽ ഒരു ആൾട്ടറും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഒരാൾക്ക് അയാളുടെ യോജിപ്പും സന്നദ്ധതയും താല്പര്യവും ഒക്കെ പ്രഖ്യാപന രൂപത്തിൽ എഴുതി സൈൻ ചെയ്യും. ഇന്നൊരാൾ ബലം പ്രയോഗിച്ചിട്ടല്ല, ഭീഷണിപ്പെടുത്തിയിട്ടല്ല ഞാൻ കമ്പനിയിലെ മെമ്പറായത്, അയാൾ എഴുതി സൈൻ ചെയ്തു. അപ്പോൾ അതിലെന്ത് ചെയ്യാൻ പറ്റില്ല, ആ ക്ലോസ് മാറ്റാൻ പറ്റില്ല. ബാക്കിയൊക്കെ മാറ്റാം, കമ്പനിയുടെ പേര് മാറ്റാം, കമ്പനിയുടെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് മാറ്റാം, ഒബ്ജക്ട്സ് ക്ലോസിൽ മാറ്റം വരുത്താം. ബാക്കി ഈ ഒരു ക്ലോസ് ഒഴികെ ബാക്കി എല്ലാത്തിനും മാറ്റം വരുത്താവുന്നതാണ്. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ ഡോക്യുമെന്റ്സ് ആണ് ഇത്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇപ്പൊ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ച്. ഇപ്പൊ എന്താ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? രജിസ്റ്റർ ചെയ്യുന്ന കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയും കമ്പനിക്ക് പുറത്തുള്ളവരും തമ്മിലുള്ള ബന്ധം വിശദമാക്കുന്ന ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, കമ്പനിയുടെ പവേഴ്സ്, കമ്പനിയുടെ ക്യാപിറ്റൽ തുടങ്ങിയ കാര്യങ്ങൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടാവും. കമ്പനിയുടെ മാഗ്ന കാർട്ട, കമ്പനിയുടെ ചാർട്ടർ എന്നറിയപ്പെടുന്ന ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. രജിസ്റ്റർ ചെയ്യുന്ന കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയും കമ്പനിക്ക് പുറത്തുള്ളവരും തമ്മിലുള്ള ബന്ധം വിശദമാക്കുന്ന ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അത് കഴിഞ്ഞിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ പ്രധാനപ്പെട്ട ക്ലോസസ് ഏതൊക്കെയാണ് അല്ലെ? നെയിം ക്ലോസ്, സിറ്റുവേഷൻ ക്ലോസ്, ഒബ്ജക്ട്സ് ക്ലോസ്, ലയബിലിറ്റി ക്ലോസ് പഠിച്ചല്ലോ. ആ ക്ലോസസ് എങ്ങനെ മാറ്റം വരുത്താമെന്നും പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ കമ്പനി ഡോക്യുമെന്റ്സിനെ പറ്റി പഠിക്കാൻ പോണു, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. എന്താ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ? അല്ലെ, കമ്പനിയുടെ ബൈലോസ് ആണിത്. കമ്പനിയുടെ നിയമങ്ങളാണ്. BU അല്ലെ, ബൈലോ ആണ്, കമ്പനിയുടെ ബൈലോസ് ആണ്. എന്താ ബൈലോസ് എന്ന് പറഞ്ഞാൽ? കമ്പനിയുടെ ബൈലോസ് ആണ്, കമ്പനിയുടെ നിയമങ്ങളാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ ആഭ്യന്തര ഭരണം സംബന്ധിച്ച്, ഇന്റേണൽ ആണ്, കമ്പനിയുടെ ആഭ്യന്തര ഭരണം സംബന്ധിച്ച നിയമങ്ങളും അല്ലെ ചട്ടങ്ങളൊക്കെയാണ് ഏതിൽ ഉൾപ്പെടുന്നത്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഉൾപ്പെടുന്നത്. ഇന്റേണൽ ആണ്, കമ്പനിയുടെ ആഭ്യന്തര ഭരണം സംബന്ധിച്ച നിയമങ്ങളും വ്യവസ്ഥകളൊക്കെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മറ്റത് മെമ്മോറാണ്ടോ, കമ്പനിയും കമ്പനിക്ക് പുറത്തുള്ളവരും തമ്മിലുള്ള ബന്ധം വിശദമാക്കുന്ന ഡോക്യുമെന്റ്സ് ആണ് മെമ്മോറാണ്ടം. ആർട്ടിക്കിൾസ് ഓഫ് കമ്പനിയും കമ്പനിക്ക് ഉള്ളിലുള്ളവർ, ഇന്റേണൽ ആണ്, ആഭ്യന്തര ഭരണം സംബന്ധിച്ച ഡോക്യുമെന്റ്സ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നോക്കൂ, ഇറ്റ് കണ്ടെയ്ൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോർ ഇന്റേണൽ മാനേജ്മെന്റ് ഓഫ് ദി കമ്പനി. കണ്ടാ, കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, കമ്പനിയുടെ ആഭ്യന്തര ഭരണവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ് എന്ത്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ചുരുക്കി പറഞ്ഞത് ബൈലോസ് ആണ്, കമ്പനിയുടെ നിയമങ്ങളാണ്. നോക്കൂ, ഇറ്റ് ഡിഫൈൻസ് ദി ഡ്യൂട്ടീസ്, റൈറ്റ്സ്, പവേഴ്സ് ഓഫ് ദി മാനേജ്മെന്റ് ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റൈറ്റ്സ്, പവേഴ്സ് അല്ലെ, അധികാരങ്ങൾ, അവരുടെ ചുമതലകൾ ഒക്കെ ഇതിലുണ്ടായിരിക്കും? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് വെച്ചാൽ ടീച്ചറോട് പറയേണ്ടത് കമ്പനിയുടെ ആഭ്യന്തര ഭരണം സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ്സ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അല്ലെ, കമ്പനിയുടെ നിയമങ്ങളാണ്, ബൈലോസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. അല്ലെ, ഡയറക്ടേഴ്സ് ബോർഡിന്റെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ റൈറ്റ്സ്, ഡ്യൂട്ടീസ് അല്ലെ, പവേഴ്സ് ഒക്കെ ഇതിൽ വ്യക്തമാക്കും. ഓക്കെ ആണോ? ഇനി നമ്മൾ നേരത്തെ പഠിച്ച പോലെ വാട്ട് ആർ ദി കണ്ടന്റ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന ഈ ഡോക്യുമെന്റ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതി വയ്ക്കേണ്ടത്? കൂടുതൽ സമയം കൊടുത്തിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ ക്ലോസ് പഠിച്ച പോലെ കൂടുതൽ സമയം കൊടുത്ത് പഠിക്കേണ്ട, വായിച്ച് പോയിന്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് പോവുക. എന്തൊക്കെയാ പഠിച്ച്? ബോറോയിങ് പവേഴ്സ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ വായ്പ വാങ്ങാനുള്ള അധികാരം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഉണ്ടാവും. ബോറോയിങ്, വായ്പ വാങ്ങാനുള്ളത്. പ്രൊസീജിയർ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഷെയർ, ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടാവും. പ്രൊസീജിയർ ഫോർ ഓൾട്ടറേഷൻ ആൻഡ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ വല്ല മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടാവും. നെക്സ്റ്റ്, റൈറ്റ്സ് ഓഫ് ഡിഫറെന്റ് ക്ലാസ്സസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന്റെ അധികാരങ്ങളെ സംബന്ധിച്ച് അല്ലെ, ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ്, അവകാശങ്ങൾ, അധികാരങ്ങളെ സംബന്ധിച്ചിട്ട് ഉണ്ടാവും. ഡിവിഡൻഡ് ആൻഡ് റിസർവ് ഫണ്ട് അല്ലെ, ലാഭവിഹിതം എങ്ങനെ കൊടുക്കണം, റിസർവ് ആയിട്ട് പണം എത്ര അല്ല അപ്രതീക്ഷിതമായിട്ടുള്ള വല്ല ലോസ് ഒക്കെ സംഭവിക്കുമോ എന്നതുകൊണ്ട് ഇനി ഫണ്ട് മാറ്റി വയ്ക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. കണ്ടക്ട് ഓഫ് മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിങ്ങോ ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിങ്ങിനോ സംബന്ധിച്ച കാര്യങ്ങൾ ഉണ്ടായിരിക്കും. വായിച്ചുകൊണ്ട് പോട്ടോ. അതുപോലെ മിനിമം സബ്സ്ക്രിപ്ഷൻ അല്ലെ, കോമൺ സീൽ ഓഫ് ദി കമ്പനിയുടെ സീലിനെ സംബന്ധിച്ച്, പ്രൊസീജിയർ ഫോർ റിഗാർഡിംഗ് കോറം ആൻഡ് വോട്ടിംഗ് റൈറ്റ് അല്ലേ, അതുപോലെ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു കീപ്പ് സ്റ്റാറ്റ്യൂട്ടറി ബുക്ക് അക്കൗണ്ട്സ് ദെയർ ഓഡിറ്റ്, കമ്പനിയുടെ ഏതെല്ലാം തരത്തിലുള്ള ബുക്ക്, ക്യാഷ് ബുക്ക് പോലത്തെ ഏതെല്ലാം തരത്തിലുള്ള ബുക്സുകൾ നോക്കണം, അതിൻ്റെ ഓഡിറ്റിംഗ് കണക്കുകൾ എങ്ങനെ പരിശോധിക്കണം തുടങ്ങിയിട്ടുള്ളത് അല്ലേ. പ്രൊസീജിയർ റിഗാർഡിംഗ് ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനിയുടെ വൈൻഡിങ് അപ്പ്, കമ്പനിയുടെ പിരിച്ചുവിടൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് വായിച്ച് അങ്ങോട്ട് പോവുക. അത്ര ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് സാറ് പറയുന്നില്ല, എന്നാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമോ എന്നുള്ളത് അറിയില്ല. കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്നുള്ളൂ. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെറിയൊരു 6 പോയിന്റ് ഒക്കെ പഠിച്ചു വയ്ക്കുക, ചെറിയ പോയിന്റ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്, എല്ലാ വർഷവും പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഷുവറായി പഠിക്കണം, പഠിച്ച് പോയേ മതിയാവും. ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്, വ്യത്യാസം, ഷുവർ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് പഠിച്ചാൽ മതിയാവും. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ചാർട്ടർ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണിത്, ഭരണഘടനയാണ്, അല്ലെങ്കിൽ ചാർട്ടർ എന്നറിയപ്പെടുന്ന രേഖയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ കോളൊക്കെ വൃത്തിയിൽ വരയ്ക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നിർബന്ധം, പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഷോർട്ടായിട്ടാണ് എല്ലാ പോയിന്റും എഴുതിയിട്ടുള്ളത്, പഠിക്കേണ്ട ഏറ്റവും ചെറിയ വരികളിലാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പഠിച്ചല്ലോ, ഇറ്റ് ഈസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ചാർട്ടർ ഓഫ് ദി കമ്പനി. അപ്പുറത്ത് ഇറ്റ് ഈസ് ദി ബൈലോസ് ഓഫ് ദി കമ്പനി. ഇത് കമ്പനിയുടെ ബൈലോ ആണ്. ബൈലോ എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനിയുടെ നിയമമാണ്. ബൈലോ, BYE, ബൈലോസ് ഓഫ് ദി കമ്പനി. ഇത് കമ്പനിയുടെ നിയമങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പഠിച്ചു, ഇറ്റ് ഈസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ചാർട്ടർ ഓഫ് ദി കമ്പനി. ഇറ്റ് ഈസ് ദി ബൈലോസ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ നിയമങ്ങളാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ദി ഫണ്ടമെന്റൽ ആൻഡ് മെയിൻ ഡോക്യുമെന്റ്സ് ഓഫ് ദി കമ്പനി. ഇറ്റ് ഈസ് ദി ഫണ്ടമെന്റൽ, മൗലികമായ, മെയിൻ, സുപ്രധാനമായ ഡോക്യുമെന്റ്സ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ദി ഫണ്ടമെന്റൽ ആൻഡ് മെയിൻ ഡോക്യുമെന്റ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പുറത്ത് അല്ലെ, ഇറ്റ് ഈസ് ദി സബ്സിഡറി ഡോക്യുമെന്റ്. ഇതൊരു സബ്സിഡറി ഡോക്യുമെന്റ്സ്, മറ്റത് മെയിൻ ഡോക്യുമെന്റ്സ് ആണ് മെമ്മോറാണ്ടം. ഇതൊരു സബ്സിഡറി ഡോക്യുമെന്റ്സ് ആണ്, ഉപരേഖയാണ്. സബ്സിഡറി ഡോക്യുമെന്റ്സ് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഡിഫൈൻസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആരൊക്കെ കമ്പനി ആൻഡ് ഔട്ട്സൈഡേഴ്സ് അല്ലെ, കമ്പനിയും ഔട്ട്സൈഡേഴ്സും തമ്മിലുള്ള ബന്ധം, മീനിങ് ആണ് അവിടെ പറഞ്ഞത്. ഇറ്റ് ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഔട്ട്സൈഡേഴ്സ്. കമ്പനിയും ഔട്ട്സൈഡേഴ്സും തമ്മിലുള്ള ബന്ധമാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറയുന്നത്. അപ്പൊ അപ്പുറത്ത് എന്തായിരിക്കും, ഇറ്റ് ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് അല്ലെ. ഇറ്റ് ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. കമ്പനിയും കമ്പനിയിലുള്ളിലുള്ള അംഗങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ഏതിൽ പറഞ്ഞത്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് കമ്പൾസറി ഫോർ എവറി കമ്പനി ഫോർ ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ തന്നെ പേടിക്കേണ്ട, കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിർബന്ധമായും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വേണം. അപ്പുറത്തോ, ഇറ്റ് ഈസ് നോട്ട് കമ്പൾസറി ഫോർ ഓൾ കമ്പനി. എല്ലാ കമ്പനികൾക്കും എന്ത് വേണോ, മെമ്മോറാണ്ടം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യണം വേണമെന്നുണ്ടോ, ഇല്ല. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പഠിക്കണം, പഠിക്കാതെ പോകരുതെന്ന് വീണ്ടും പറയണു. അത്രയും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ചാർട്ടർ ഓഫ് ദി കമ്പനി. ഇറ്റ് ഈസ് ദി ബൈലോസ് ഓഫ് ദി കമ്പനി. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ദി ഫണ്ടമെന്റൽ ആൻഡ് മെയിൻ ഡോക്യുമെന്റ്സ് ഓഫ് ദി കമ്പനി. ഇറ്റ് ഈസ് ദി സബ്സിഡറി ഡോക്യുമെന്റ്സ് ഓഫ് ദി കമ്പനി. നെക്സ്റ്റ് മീനിങ്, ഇറ്റ് ഡിഫൈൻസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി ആൻഡ്
outsiders. It means relationship between company and its members. Next point, it is compulsory for every company for incorporation. It is compulsory for every company for incorporation. Company register ചെയ്യണമെങ്കിൽ നിർബന്ധമായും എന്താവശ്യമാണ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആവശ്യമാണ്. അപ്പുറത്ത് കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആവശ്യം ഇല്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, it contains the important basic functions such as objectives, capital, powers. അല്ലേ, എന്താണ് ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കമ്പനിയുടെ അധികാരങ്ങൾ, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ, കമ്പനിയുടെ ക്യാപിറ്റൽ തുടങ്ങിയതൊക്കെ അവിടെ വ്യക്തമാക്കും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ. മറ്റോർത്തോ ഇറ്റ് മെൻഷൻസ് വേ ആൻഡ് മീൻസ്, അല്ലേ, ബൈ വിച്ച് ഒബ്ജക്ട്സ് ക്യാൻ ബി അച്ചീവ്ഡ്. ലക്ഷ്യം നേടാനുള്ള വഴിയാണ് അല്ലെങ്കിൽ മാർഗമാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് സബോർഡിനേറ്റ്സ് ടു കമ്പനീസ് ആക്ട് ഓൺലി. കമ്പനീസ് ആക്ടിന് വിധേയമായിട്ടാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പ്രവർത്തിക്കുന്നത്. മറ്റതോ ഇറ്റ് സബോർഡിനേറ്റ്സ് ബോത്ത് ദി കമ്പനീസ് ആക്ട് ആൻഡ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും കമ്പനീസ് ആക്ടിനും വിധേയമായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ പഠിച്ചല്ലോ ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന, കമ്പനിയുടെ ചാർട്ടർ എന്നറിയപ്പെടുന്ന ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ ബൈലോസ് എന്നറിയപ്പെടുന്നത്, അല്ലേ. അടുത്തത് കമ്പനിയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇത് സബ്സിഡറി ഡോക്യുമെന്റ്സ് ആണ്. അടുത്തത് കമ്പനിയും കമ്പനിക്ക് പുറത്തുള്ളവരും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നു, കമ്പനിയും കമ്പനിക്കുള്ളിലുള്ളവരും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നു. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ഫോർ ഓൾ കമ്പനി. അല്ലേ, കമ്പനിയുടെ ബേസിക് ഒബ്ജക്റ്റീവ്സ്, കമ്പനിയുടെ ക്യാപിറ്റൽ, കമ്പനിയുടെ പവേഴ്സ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ, ആർട്ടിക്കിൾസിൽ കമ്പനിയുടെ ലക്ഷ്യം നേടാനുള്ള വഴി മാർഗമാണ് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് സബോർഡിനേറ്റ്സ് ടു ബോത്ത് കമ്പനീസ് ആക്ട് ഓൺലി. അപ്പുറത്ത് ഇറ്റ് സബോർഡിനേറ്റ്സ് ബോത്ത് ദി കമ്പനീസ് ആക്ട് ആൻഡ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. പഠിക്കണം, നിർബന്ധ, ഷുവർ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ടേബിൾ എ. അടുത്ത ഡോക്യുമെന്റ്സ്, ടേബിൾ എ. കമ്പനിയുടെ ആഭ്യന്തര ഭരണം സംബന്ധിച്ച നിയമങ്ങളും വ്യവസ്ഥകളും അടങ്ങുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ടേബിൾ എ. കമ്പനീസ് ആക്ട് 26 പ്രകാരം ഒരു കമ്പനി എന്ത് ചെയ്യണ്ട? പബ്ലിക് കമ്പനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. അതിന് പകരമായിട്ട് ടേബിൾ എ എന്ന് പറഞ്ഞ മറ്റൊരു ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്താൽ മതി. അതായത് കമ്പനിയുടെ ആഭ്യന്തര ഭരണം സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ്സ് ആണ് ഏത്? ഈ ടേബിൾ എ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ്, ടേബിൾ എ. അപ്പോൾ ഈ ടേബിൾ എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, കമ്പനീസ് ആക്ട് 26 പ്രകാരം, അല്ലെ, ഒരു പബ്ലിക് കമ്പനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യണമെന്നില്ല. അതിന് പകരം എന്ത് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ മതി? ടേബിൾ എ എന്ന ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ മതി. എന്താ പറയുന്നത് നോക്കൂ. ഇറ്റ് ഈസ് എ document contain rules and regulation for internal management of the company. കമ്പനിയുടെ ആഭ്യന്തര ഭരണം സംബന്ധിച്ച നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ നിയമങ്ങളും ചട്ടങ്ങളുമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടേബിൾ എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇഫ് എനി പബ്ലിക് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിനാൽ പരിമിതപ്പെടുത്തിയിട്ടുള്ള കമ്പനി ഡസ് നോട്ട് ഫയൽ ഇറ്റ്സ് ഓൺ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അവരെന്ത് ചെയ്യേണ്ട? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെ, ഓൾ ദി പ്രൊവിഷൻസ് ഓഫ് ടേബിൾ എ വിൽ ബി അപ്ലിക്കബിൾ ടു. അല്ലെ, അപ്പോൾ പബ്ലിക് കമ്പനീസ് ആക്ട് 26 പ്രകാരം ശരിക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഒരു പബ്ലിക് കമ്പനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട. അതിന് പകരം എന്ത് സബ്മിറ്റ് ചെയ്താൽ മതി? ടേബിൾ എ എന്ന് പറയുന്ന ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്താൽ മതി, ലിമിറ്റഡ് ബൈ ഷെയർസിനാൽ. നെക്സ്റ്റ്, ഇഫ് എ കമ്പനി അഡോപ്റ്റ് ടേബിൾ എ, there is no need to prepare separate articles of association. ഓക്കെ ആണോ? അപ്പോൾ കമ്പനിയുടെ ആഭ്യന്തര ഭരണം സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ്സ് ആണ് ടേബിൾ എ. ആർട്ടിക്കിൾസ്, അല്ലെ, കമ്പനീസ് ആക്ട് 26 പ്രകാരം ഒരു പബ്ലിക് കമ്പനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് പകരം ടേബിൾ എ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ ആണോ? ഇനി പ്രോസ്പെക്ടസ്. എന്താ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ? പ്രോസ്പെക്ടസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പേ. പ്രോസ്പെക്ടസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, കമ്പനിയുടെ ഷെയർസ്, അല്ലെ, കമ്പനിയുടെ ഡിബഞ്ചർ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി പബ്ലിക്കിന് നൽകുന്ന ഒരു ഇൻവിറ്റേഷനാണ് എന്ത്?
പ്രോസ്പെക്ടസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ടോ കമ്പനിയുടെ ഡിബഞ്ചർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഡിബഞ്ചർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഡോക്യുമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് പ്രോസ്പെക്ടസ്. അപ്പോൾ ടീച്ചർ ചോദിക്കണം എന്താ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ ടീച്ചറെ കമ്പനിയുടെ ഷെയർ വാങ്ങാനോ ഡിബഞ്ചർ വാങ്ങാനോ പബ്ലിക്കിനെ ക്ഷണിച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഡോക്യുമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് പ്രോസ്പെക്ടസ്. നോക്കൂ, എ പ്രോസ്പെക്ടസ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇറ്റ് ഷെയർസ് ഓർ ഡിബഞ്ചർ. മീനിങ് സിമ്പിൾ അല്ലേ? A prospectus is an invitation to public to subscribe its shares or debenture. അല്ലെ, കമ്പനിയുടെ ഷെയർ വാങ്ങാനോ ഡിബഞ്ചർ വാങ്ങാനോ പബ്ലിക്കിനെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് പ്രോസ്പെക്ടസ്. നോക്കൂ, ഇറ്റ് കണ്ടെയ്ൻ ഓൾ മെറ്റീരിയൽ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദി കമ്പനി. അപ്പോൾ ഓക്കെ ആണോ? അപ്പോൾ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനിയുടെ ഷെയറോ ഡിബഞ്ചറോ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിന് നൽകുന്ന ഒരു ഡോക്യുമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് പ്രോസ്പെക്ടസ്. ഇനി ഈ പ്രോസ്പെക്ടസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതി വെക്കേണ്ടത്? അത്ര ഇമ്പോർട്ടൻ്റ് എന്നല്ല, എന്നാലും പഠിച്ചോണ്ടു, സിലബസിലുള്ളതാണ്, പോയിന്റ് ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോയിക്കൊണ്ടു. അപ്പോൾ ഈ പ്രോസ്പെക്ടസിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതി വെക്കേണ്ടത്? പ്രോസ്പെക്ടസിൽ എന്തെല്ലാം കാര്യങ്ങൾ നോട്ട് ചെയ്യണം? നോക്കൂ, മെയിൻ ഒബ്ജക്ട്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ലക്ഷ്യം എന്താണോ സ്ഥാപനം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, കമ്പനിയുടെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെക്കണം. അല്ലെ, കമ്പനിയുടെ അധികാര പരിധി, പ്രവർത്തന മേഖല എന്താണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെക്കണം. അപ്പോൾ കണ്ടന്റ് ഓഫ് പ്രോസ്പെക്ടസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതി വെക്കേണ്ടത്? ഫസ്റ്റ് പോയിന്റ്, ദി ഒബ്ജക്ട്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ലക്ഷ്യം എന്താണെന്ന് ഈ പ്രോസ്പെക്ടസിൽ രേഖപ്പെടുത്തി വെക്കണം. രണ്ടാമത്തത്, നെയിം ആൻഡ് രജിസ്ട്രേഡ് അഡ്രസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ പേര് വേണം, കമ്പനിയുടെ രജിസ്ട്രേഡ് അഡ്രസ്സ് വേണം. ഇത് വ്യക്തമായി രേഖപ്പെടുത്തണം. അല്ലെ, കമ്പനിയുടെ പേരും കമ്പനിയുടെ രജിസ്ട്രേഡ് അഡ്രസ്സും പ്രോസ്പെക്ടസിൽ വ്യക്തമാക്കണം. അല്ലെ, അടുത്ത് ഡീറ്റെയിൽ റിഗാർഡിംഗ് ഡിബഞ്ചേഴ്സ്. അല്ലെ, ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കടബാധ്യത അംഗീകരിച്ചുകൊണ്ട് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഡിബഞ്ചർ. ഫണ്ട് കളക്ട് ചെയ്യാനുള്ള മാർഗ്ഗമാണ്. അപ്പോൾ ഈ ഡിബഞ്ചറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പ്രോസ്പെക്ടസിൽ കാണണം. അല്ലെ, നെക്സ്റ്റ് പോയിന്റ്, എമൗണ്ട് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ. എത്രയാണോ മിനിമം സബ്സ്ക്രിപ്ഷൻ വരിസംഖ്യ എത്രയാണോ അത് സൂചിപ്പിച്ചിരിക്കണം. നെക്സ്റ്റ്, എമൗണ്ട് പേയബിൾ ഓൺ അപ്ലിക്കേഷൻ അലോട്ട്മെന്റ് ആൻഡ് കോൾ മണി. അല്ലെ, അപ്ലിക്കേഷൻ അലോട്ട്മെന്റ്, ഫണ്ട് കളക്ട് ചെയ്യാനുള്ള മാർഗം. അല്ലെ, അപ്ലിക്കേഷൻ മണിയായിട്ട്, അലോട്ട്മെന്റ് മണിയായിട്ട്, കോൾ മണിയായിട്ട്, ഇതിനെ സംബന്ധിച്ച ഡാറ്റ എവിടെ കാണണം? പ്രോസ്പെക്ടസിൽ കാണണം. നെക്സ്റ്റ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓഡിറ്റേഴ്സ്, ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ്. അല്ലെ, ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, ഓഡിറ്റേഴ്സ് വഴി അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് വഴി, പിന്നെ നമ്മളെ ഒരാളും കൂടി ഉണ്ടല്ലോ, ബാങ്കേഴ്സ്, ഓഡിറ്റേഴ്സ്, ബ്രോക്കേഴ്സ് വഴി ഫണ്ട് കളക്ട് ചെയ്യാം. ഇവരിലൂടെ ഫണ്ട് കളക്ട് ചെയ്യാം. അല്ലെ, അപ്പൊ ഇവരുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസിൽ കാണണം. നെക്സ്റ്റ്, നെയിം ആൻഡ് അഡ്രസ് ആൻഡ് ഒക്യുപ്പേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ അംഗങ്ങളുടെ പേര്, അഡ്രസ്സ്, ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജോലി. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന മുതലാളിമാരുടെ അവരുടെ വ്യക്തമായ പേര് വേണം, അഡ്രസ്സ് വേണം, അവർ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയും വ്യക്തമാക്കണം പ്രോസ്പെക്ടസിൽ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് മാനേജിങ് ഡയറക്ടർ. അല്ലെ, സ്ഥാപനത്തിന്റെ MD, ഫണ്ട് കളക്ട് ചെയ്യുന്ന സ്ഥാപനം തുടങ്ങിയ അല്ലെ MD. അല്ലെ, ആ MDയുടെ എന്ത് വേണം? പേര് വേണം, അഡ്രസ്സ് വേണം, ആൻഡ് ദർ റെമ്യൂണറേഷൻ. അല്ലെ, സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടാവും. ആ പാർട്ട്നേഴ്സിന്റെ പേര് വേണം, അഡ്രസ്സ് വേണം, അവരുടെ റെമ്യൂണറേഷൻ. എന്താ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിഫലം, അവരുടെ ശമ്പളം എത്രയാണെന്ന് കാണിച്ചിരിക്കണം. നെക്സ്റ്റ്, ഡീറ്റെയിൽസ് ഓഫ് ബോറോയിങ് പവേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയിലെ അല്ലെ കമ്പനിയുടെ അവകാശം, അധികാരം, എന്ത്? ബോറോയിങ് പവേഴ്സ്, കമ്പനിയുടെ പണം കടം വാങ്ങാനുള്ള അധികാരത്തെ സംബന്ധിച്ചിട്ടും എവിടെ കാണണം? ഈ പ്രോസ്പെക്ടസിൽ കണ്ടിരിക്കണം. നെക്സ്റ്റ്, പർട്ടിക്കുലേഴ്സ് അബൌട്ട് വോട്ടിംഗ് റൈറ്റ്സ് അറ്റ് മീറ്റിംഗ് ഓഫ് ദി കമ്പനി. കമ്പനിയിലെ വോട്ടിംഗ് റൈറ്റ്സിനെ പറ്റിയിട്ട്, മീറ്റിങ്ങിനെ സംബന്ധിച്ചിട്ടും എവിടെ കാണണം? ഈ പ്രോസ്പെക്ടസിൽ കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് ഫോർമേഷൻ ഓഫ് എ കമ്പനി ജസ്റ്റ് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലാ ടോപ്പിക്കും ജസ്റ്റ് പറഞ്ഞു പോയി. ഫോർമേഷൻ ഓഫ് എ കമ്പനി രൂപീകരണത്തെ സാറ് വീണ്ടും പറയുന്നു. ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ 3 ടോപ്പിക്ക്
പഠിക്കാതെ പരീക്ഷ ആളിലേക്ക് പോകരുത്. ഏതൊക്കെയാണ് 3 ടോപ്പിക് എന്ന് സാറ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു പറഞ്ഞു. ബാക്കിയുള്ള ഒന്നും പഠിക്കാതെ പോകണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ റീക്യാപ്പ് ചെയ്തപ്പോൾ നിങ്ങൾ സമയം കണ്ടെത്തിയിട്ട് ഒരുപാട് സമയം ഇരുന്നിട്ട് ശരിക്കും പഠിച്ചു പോകേണ്ട 3 ടോപ്പിക്ക്, ആ 3 ടോപ്പിക്കിൽ നിന്നാണ് ഓരോ വർഷവും പബ്ലിക് പരീക്ഷയ്ക്ക് കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ബാക്കിയുള്ളത് തൊടണ്ട എന്നല്ല സാറ് പറഞ്ഞത്. ബാക്കിയുള്ളത് പഠിക്കണം, പോയിന്റൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി ഫസ്റ്റ് പഠിക്കുക. ബാക്കിയുള്ള 3 ടോപ്പിക്ക് നന്നായി പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് 3 ടോപ്പിക്ക് അല്ലേ? ഏതൊക്കെയാണ് 3 ടോപ്പിക്ക്? ഒന്നാമത്തെ ടോപ്പിക്ക് പ്രൊമോട്ട് ചെയ്യണ ജോലികൾ എന്തൊക്കെയാണെന്ന്, അല്ലെങ്കിൽ ഓർ പ്രൊമോഷൻ, അല്ലെങ്കിൽ എന്താണ് ഓർ പ്രൊമോഷൻ, ഏതാണ് ടോപ്പിക്ക്? ഇത് എടുക്കണം അല്ലെ, പ്രൊമോട്ട് ചെയ്യുന്ന ജോലികൾ. ഈ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് 1 അല്ലെ. 3 ടോപ്പിക് എന്ന് സാറ് പറഞ്ഞാൽ ഒന്നാമത്തത് പ്രൊമോട്ട് ചെയ്യുന്ന വിവിധ ജോലികൾ, പ്രൊമോട്ട് ചെയ്യുന്ന വിവിധ ജോലികൾ അല്ലെ, നിർബന്ധമായും പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ മറ്റൊരു പേരിൽ അറിയും സ്റ്റേജസ് ഇൻ പ്രൊമോഷൻ. പഠിക്കല്ലോ, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ. യെസ്. രണ്ടാമത്തെ ടോപ്പിക്ക് വാട്ട് ആർ ദി കണ്ടൻസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഓർമ്മയുണ്ടല്ലോ, നെയിം ക്ലോസ്, സിറ്റുവേഷൻ ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, അസോസിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടു. 2. മൂന്നാമത്തെ ടോപ്പിക്ക് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ടോപ്പിക്ക് ഏതാ? ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഓക്കെ. ഇനി ഇതിൽ 1 വേർഡ് ചോദിക്കാൻ സാധ്യത ഉള്ളത് സ്റ്റേജസ് ഒക്കെ തന്നിട്ട് ആയിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ക്രിസ്മസ് പരീക്ഷ ഒക്കെ നന്നായിട്ട് എഴുതുക. 1 hours ചാപ്റ്റർ മുഴുവൻ പറഞ്ഞു തന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.